ഞാൻ എസ് ബിജു. ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് തിരുവനന്തപുരം സ്വദേശിയാണ്. അച്ഛനമ്മമാരൊക്കെ പഴയ കന്യാകുമാരി പ്രദേശത്തു നിന്നുള്ളവരാണ്. അച്ഛൻ ഒരു KCB ഉദ്യോഗസ്ഥനായിരുന്നു. പേര് MN സുകുമാരൻ നായർ. അപ്പം പിന്നെ അമ്മയുടെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ പണിയെടുക്കുന്ന സമയത്തും ഉണ്ടായൊരു വീടാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ അമ്മ നളിനി, അമ്മ വീട്ടമ്മയായിരുന്നു. പക്ഷേ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പുലർത്തിയിരുന്ന ഒരു വീട്ടമ്മ. എനിക്ക് 2 സഹോദരിമാരാണ്, 2 ചേച്ചിമാരാണ്. അപ്പം ഞാൻ 1969 ജനിക്കുന്നത്. പിന്നെ അന്ന് ഒരു മധ്യവർഗ കുടുംബം. പക്ഷേ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അച്ഛനും അമ്മയുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് പേരെ സഹായിക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ അറിഞ്ഞ് തന്നെയാണ് നമ്മൾ വളർന്നത്. ഞാൻ പഠിച്ച് തുടങ്ങിയത് കാർമൽ ഗേൾസ് ഹൈസ്കൂളിലാണ്. അന്ന് 7ാം ക്ലാസ് വരെ ഉള്ളൊരു വിദ്യാലയമാണ്. 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് MMRHS എന്ന് പറഞ്ഞിട്ട് കരമന NSS കോളേജിനോട് ചേർന്നിട്ടുള്ളൊരു സ്കൂളുണ്ട്. അവിടെ ഞാൻ 10ാം ക്ലാസ് പൂർത്തിയാക്കിയത്. പിന്നെ പ്രീ ഡിഗ്രി ഗവൺമെൻറ് ആർട്സ് കോളേജിൽ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറച്ചൊരു അന്തർമുഖനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്തർമുഖത്വം മാറാൻ വേണ്ടി കൂടിയാണ് ഞാൻ കോളേജിലെത്തിയപ്പം ഒരു NCC അടുത്തൊക്കെ ആയി. NCC ചേർന്നു. അതൊരു വലിയ ലോഞ്ചിങ് പാഡായിരുന്നു ജീവിതത്തിൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര അന്ന് തന്നെ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ ക്യാമ്പിനൊക്കെ പോയി. അന്ന് അവിടെ ഒരു കെമിസ്ട്രിയിലൊരു അധ്യാപകനായിരുന്നു NCC ഓഫീസർ മുരുകൻ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറും ആ മുടങ്ങിക്കിടന്ന ഒരു NCC ബാച്ച് ആ വർഷമാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കേണ്ടി വന്നു. അപ്പം ശരിക്കും എനിക്കൊരു റൂമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആർട്സ് കോളേജിൽ. അത് വളരെ പ്രിവിലേജാണ് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിക്ക്. കാരണം NCCയുടെ ഞാനാണ് സീനിയർ കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഫസ്റ്റ് ഇയർ തന്നെ. അപ്പോൾ അതൊരു ഒരുപാട് ഓൾ ഇന്ത്യ ക്യാമ്പൊക്കെ പോയി വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് പൊരുത്തപ്പെടാനുള്ള പരിചയം NCC കൂടെ കിട്ടി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. വീട്ടുകാർക്ക് ഉള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും മെഡിസിനോ അതുപോലത്തെ മേഖലകളിലേക്ക് നമ്മളെ വിടണമെന്നായിരുന്നു. പക്ഷേ ഞാൻ ഒരു NCC ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ആഗ്രഹം അപ്പോഴേ പട്ടാളത്തിൽ ചേരണമെന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലൊക്കെ സയൻസുകാർക്ക് ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ ഡിഗ്രിക്ക് ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി. ഞാൻ PA ഇംഗ്ലീഷിനാണ് യൂണിവേഴ്സിറ്റി കോളേജ് ചേർന്നത്. അവിടെ NCCയും മറ്റ് പ്രവർത്തനങ്ങളും യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയപ്പം അത് വേറൊരു തരത്തിലായി. ക്വിസ് ടീമായാലും സ്പോർട്സ് ആയാലും അങ്ങനത്തെ പല മേഖലകളിലും നമ്മളവിടെ ഇടപെടാൻ പറ്റി. അവിടെ ഒരു നല്ല NCC ഓഫീസറായിട്ട് ഒരു സാറിനെ കിട്ടി, സുകുമാരൻ സാർ എന്ന് പറഞ്ഞിട്ട്. സാർ എപ്പോഴും ഉണ്ട്. അപ്പം സാറ് എൻ്റെ വളരെ എൻ്റെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഗുരുക്കന്മാരുണ്ടെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തുള്ള അദ്ദേഹം ഒരു ഹിന്ദിയിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസിലാണ് അവിടെയും നമ്മൾ നല്ല നേതൃത്വപരമായ പങ്ക് അച്ചടക്കവും എല്ലാം ഇതോടെ വളരാൻ പറ്റി. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞാൻ ഡിഗ്രി അപ്പോഴെനിക്ക് തീർത്തും പട്ടാളത്തിൽ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ അവിടുത്തെ സീനിയർ കേഡറ്റായി. അപ്പം പക്ഷേ ഒരു വഴിത്തിരിവുണ്ടായത് എൻ്റെ NCCയിൽ 2 സീനിയറായിട്ടുള്ള 2 കേഡറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു സലീമും ജയശങ്കറും. അപ്പോൾ അവർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ ഡിഗ്രി കഴിഞ്ഞിട്ട് അവരൊരു ജേർണലിസം കോഴ്സിലേക്ക് പോയി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഇത് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളൊരു ഇംഗ്ലീഷ് കയ്യെഴുത്ത് മാസിക ഇറക്കി, ഞാൻ BA ഇംഗ്ലീഷിൽ. അപ്പോൾ ആൺകുട്ടികളെ കാര്യമായിട്ടൊന്നും അറിയിക്കാതെ അവർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വാശിക്ക് നമ്മുടെ ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് എന്നാൽ അവരൊരു കയ്യെഴുത്ത് മാസിക ഇറക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഒരു മാഗസിൻ ഇറക്കണമെന്ന്. അത് ചെറിയ പണിയൊന്നും അല്ലായിരുന്നു. യത്നം എന്ന് പറഞ്ഞിട്ടൊരു മാസിക. അത് അന്നത്തെ മാഗസിൻ ഇറക്കണമെങ്കിൽ ന്യൂസ് പേപ്പർ രജിസ്ട്രാറിലേക്ക് ചെന്ന് രജിസ്റ്റർ ചെയ്യണം. ഡൽഹിയിലൊക്കെ ചെന്ന് അവരത് രജിസ്റ്റർ ചെയ്ത് വളരെ എഫർട്ടായിരുന്നു. കാരണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഓരോ റോള് വഹിക്കണം. മാനേജിങ് എഡിറ്റർ മറ്റേത് മറിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ NCC ഉണ്ട്, മറ്റ് പരിപാടികൾ, ക്വിസ്, നാടകം എല്ലാം ഉണ്ട്, എനിക്കിതും കൂടെ ഇനി വയ്യ. പക്ഷെ അവർ പറഞ്ഞു എന്നെ വരട്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ വെച്ചു അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കാൻ പരിസരത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി പരിപാടിയൊക്കെ കവർ ചെയ്ത് തരാം, നിങ്ങളതിനെ എന്തെങ്കിലുമൊക്കെ ആക്കിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് കുത്തിക്കുറിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അവരതിനെ റിപ്പോർട്ടാക്കി. അപ്പം ഞാൻ അതിൻ്റെ റിപ്പോർട്ടറായി. അങ്ങനെ വളരെ കമ്പൽ ചെയ്യപ്പെട്ട് നിർബന്ധിത സൈനിക സേവനത്തിന് പോകാനിരുന്ന ആളെ ഞാൻ നിർബന്ധിത മാധ്യമ സേവനത്തിലേക്ക്, മാധ്യമ പ്രവർത്തനമാവുന്ന ഒരു തുടക്കം അവിടെ നിന്നാണ് ഉണ്ടായത്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ അൾട്ടിമേറ്റ്ലി പട്ടാളത്തിൽ പോകണമെന്നായിരുന്നു. പക്ഷെ ഞാൻ എന്താ കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ തന്നെ MA ഇംഗ്ലീഷിന് ചേർന്നു. അതിനൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. അതിനൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ശരിക്കും ജേർണലിസത്തിൻ്റെ ഈവനിങ് കോഴ്സ്, അതിനും ഞാൻ വെറുതെ എൻട്രൻസ് എഴുതി. അപ്പം നല്ല കോഴ്സായിരുന്നു, അതിന് അഡ്മിഷൻ കിട്ടി. ഞാൻ ആദ്യം കാര്യവട്ടത്താണ് MA ലിംഗ്വിസ്റ്റിക്സിനാണ് ചേർന്നത്. പിന്നെ പ്രസ് ക്ലബ്ബിൽ വീണ്ടും ഈ കോഴ്സും കൂടെ വന്നതുകൊണ്ട് ഈ വൈകിട്ട് ഈ കോഴ്സ് പകലൊക്കെ പത്രസമ്മേളനത്തിന് അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ സൗകര്യത്തിലാണ് ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റി കോളേജിലെ MA ഇംഗ്ലീഷ് മാറിയും വന്നത്. ഏതായാലും ശരിക്കും പ്രസ് ക്ലബ്ബിൽ വിദ്യാർത്ഥിയായിട്ട് പോകുമ്പം അന്ന് KC ജോൺ സാറാണ് നമ്മുടെ ഡയറക്ടർ, അറിയാമല്ലോ. അദ്ദേഹം വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തനം ബിൽസിലൊക്കെ തുടങ്ങി ന്യൂസ് ടൈമിൻ്റെയും ഒക്കെ ആയിട്ട് വന്ന് ഇവിടുത്തെ കറസ്പോണ്ടൻ്റായിട്ട് സാർ വർക്ക് ചെയ്യായിരുന്നു. അതിനൊപ്പം സാറ് വളരെ വളരെ പ്രായവും പക്വതയും പത്രപ്രവർത്തനത്തിൽ അഗാധ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. സാറ് വളരെ ഒരു നിർണായകമായ പങ്കാണ് വഹിച്ചത്. അതുപോലെ വേറൊരു പേരും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല, NRS ബാബു സാറ്. ഞങ്ങളുടെ എഡിറ്റിംഗ് ക്ലാസ്സൊക്കെ സാറിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലെ ആദ്യത്തെ വരി പോലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട്. രാമചന്ദ്രൻ, അവർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഫ്രം പനയ പിൻമീഡിയ റിപ്പോർട്ട്സ് ദാറ്റ് സൺ ഓഫ് മിക്കായൽ കിൽഡ് ഹിസ് ഫാദർ ആഫ്റ്റർ എ കോറൽ വിത്ത് ഹിസ് മദർ ഇൻ ദ early hours ഓഫ് ടുഡേ. അത് ഒരു 5Wയും ഒരു Hഉം എങ്ങനെ ഉണ്ടാവണം ഒരു കോപ്പിയിൽ നിന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞാണ്. അത്രയ്ക്ക് നമ്മളെയൊക്കെ ഒരു കമാൻഡിങ് പവറുള്ള അധ്യാപനമായിരുന്നു. പിന്നെ മണി സാറ്, അങ്ങനെ കുറേ അധ്യാപകരുണ്ടായിരുന്നു. PTയിലെ ശ്രീകുമാർ, ഇവരെല്ലാം നമ്മളെ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പം നമുക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോഴും ഞാനതൊരു അത്ര സീരിയസ്, ഞാൻ അപ്പോഴും പട്ടാളത്തിൻ്റെ ടെസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഓഫീസർ സെലക്ഷന് കിട്ടി. ഞാൻ അലഹബാദിൽ SSB ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ 5ാമത്തെ ദിവസം ഞാൻ വാഷ് ഔട്ടായിപ്പോയി. അതിൻ്റെ അടുത്ത ഒരു സെലക്ഷനിൽ എനിക്ക് BSFൽ ജോലി കിട്ടി ഓഫീസറായിട്ട്. അപ്പോഴത്തേക്ക് എനിക്ക് പത്രപ്രവർത്തനത്തിൻ്റെ രുചി പഠിച്ചു പോയി. അപ്പം ഞാൻ ആ സമയത്തേക്ക് പത്രപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിരുന്ന സമയത്ത് ഞാൻ ദൂരദർശനിൽ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. കാരണം ഞങ്ങളുടെ ക്ലാസ്സിലൊരു ഏലിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു എലിയസ് ജോൺ എന്നൊരു ആൾ പഠിക്കുന്നുണ്ടായിരുന്നു ദൂരദർശൻ. ഞങ്ങളെക്കാളും പ്രായത്തിൽ സീനിയറാണ് പ്രസ് ക്ലബ്ബിൽ. പുള്ളി ദൂരദർശനിലെ ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ്. അപ്പം പുള്ളി വർക്ക് ചെയ്യുന്ന സെക്ഷനിലെ ആൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ നിന്ന് കുറേ പേരെ ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങൾ 5 പേർക്ക് അവിടെ കോൺട്രാക്റ്റിൽ കിട്ടി. ആ സമയത്ത് അങ്ങനെ ദൂരദർശനിൽ പോയി തുടങ്ങിയ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പം പ്രൊഡ്യൂസർ സാജനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. എന്നെ ശരിക്കും ഈ മാധ്യമ പ്രവർത്തനത്തിലേക്കുള്ള ഒരു പ്രായോഗിക മാധ്യമ പ്രവർത്തനത്തിലേക്ക് വളരെ ചങ്കുറപ്പോടെ പ്രവർത്തിക്കാനുള്ള, അതേസമയം സൗമ്യമായിട്ടും എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു സാജൻ. കാരണം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് റൂറൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, നാട്ടിൻപുറം എന്ന് പറഞ്ഞിട്ട്. ആഴ്ചയിൽ 5 ദിവസം, തിങ്കൾ മുതൽ വെള്ളി വരെ 5 ദിവസത്തേക്ക് അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടാക്കണം. ചെറിയ ടാസ്ക് ഒന്നും അല്ലായിരുന്നു. അതേസമയം ദൂരദർശൻ ഒരു സർക്കാർ സ്ഥാപനമാണ്, ഇനി കോൺഗ്രസ് സർക്കാരൊക്കെയാണ്. അതിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു. കുഞ്ഞീഷൻ സാറ് ആണ് ഡയറക്ടർ, പിന്നെ അഡീഷണൽ ഡയറക്ടർ ജനറലൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് താരതമ്യേന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പം സാജൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. അപ്പം ഞങ്ങൾ എല്ലാ ഇഷ്യൂവും നമ്മൾ കവർ ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ആ സമയത്ത് സാജൻ ഒരു പരിഷത്തിലെ പ്രവർത്തനമായിരുന്നു. അപ്പം ഞാൻ ശാസ്ത്രഗതിയിലൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഒരു പ്രിന്റിൽ എനിക്കൊരു പരിചയം കിട്ടിയത്. അപ്പോൾ ശാസ്ത്രഗതിക്ക് വേണ്ടി നമ്മൾ ഒറിജിനൽ സ്റ്റഡീസ് നടത്തി അത് ദൂരദർശനിലെ പ്രോഗ്രാംസ് ഒക്കെ ആക്കുമായിരുന്നു. മിൽമയെക്കുറിച്ചിട്ടൊക്കെ വളരെ ആഴത്തിലുള്ള പ്രോഗ്രാംസ് ചെയ്തു. ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ പ്രസ് ക്ലബ്ബിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആണ് ഞാൻ ആദ്യമായിട്ടൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ ഇടവന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് നല്ല അധ്യാപകരായിരുന്നു, വളരെ കുറച്ച് ജേർണലിസം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇൻറ്റേൺഷിപ്സിനൊക്കെ 5-6 സ്ഥാപനങ്ങൾ നമ്മൾ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. ഞാൻ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, വീക്ഷണം, മറ്റേ മാതൃഭൂമി, ഇങ്ങനെ PTI, ഇത്രയും സ്ഥലത്ത് ഞാൻ ഇൻറ്റേൺഷിപ്പ് തന്നെ ചെയ്തു. കാരണം നമുക്ക് അത്ര ഡിമാൻഡ്, നമ്മളെ വിളിക്കുകയാണ്. അങ്ങനെ PTIയിൽ ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു ശ്രീകുമാർ സാർ. ഒരു ദിവസം ഒരു ലാഹയിൽ മലപ്പണ്ടാരങ്ങൾ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്ര വിഭാഗമുണ്ട്. അവരുടെ ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു. അവരെ വെളിയിൽ നിന്ന് ചില ആൾക്കാർ ഓർഗനൈസ് ചെയ്ത് അവരെ അത്ര കഷ്ടപ്പാട്, ഇപ്പോഴും അത് വലിയ മാറ്റമൊന്നും അവർക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഞാനും ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തും കൂടെ, സാറ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ട്, സ്റ്റോറിക്ക് താല്പര്യമുണ്ടോ? അപ്പം ഞാനും ഹരികൃഷ്ണനും കൂടെ ഇവിടെ നിന്ന് ഒരു ബസ് പിടിച്ചിട്ട് ലാഹയിൽ പോയി, ശബരിമല റൂട്ടിൽ ലാഹയിൽ പോയി സ്റ്റോറിയൊക്കെ ചെയ്ത് വന്നു. നമ്മൾ ക്ലാസ്സിൻ്റെ അസൈൻമെൻ്റാണ്.
യഥാർത്ഥത്തിൽ. എന്നിട്ട് ഞങ്ങൾ അടുത്ത ദിവസം കൊണ്ട് എല്ലാം ടൈപ്പ് ചെയ്തൊക്കെ കൊടുത്തു. ഇംഗ്ലീഷിലാണ് ചെയ്യേണ്ടത്, കാരണം അത് ഇംഗ്ലീഷ് ജേർണലിസം ആയിരുന്നു സാർക്ക്. സാർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സാർ ഇത് ഒരു ദിവസം നോക്കിയപ്പം ഞങ്ങളെ ഈ പല ഇംഗ്ലീഷ് പത്രങ്ങളും ദേശീയ തലത്തിൽ ഈ സ്റ്റോറി വന്നു. സാറ് പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നാണ് ഞാനാണ്, കാരണം ഏജൻസി ആയതുകൊണ്ട് ബൈലൈൻ ആർക്കുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ആണല്ലോ അതിൻ്റെ ചില കോഡിങ്സ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി, കാരണം നമ്മുടെ ഒരു കോപ്പി ഒട്ടും പ്രതീക്ഷിക്കാതെ പല ദേശീയ പത്രങ്ങളിലും നമ്മുടെ അന്ന് അങ്ങനെ ഈ സമരം ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അതിനകത്ത് ഒരു റെസൊല്യൂഷനിലേക്ക് അത് നയിക്കുകയൊക്കെ ചെയ്തു. ഒരു മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലാക്കിയത് നമ്മൾ തന്നെ മനസ്സിലാക്കാതായിരുന്നു. പിന്നെ ഒരുപാട് നമ്മളെല്ലാം ഈവനിങ് ഡെയിലികളിൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ടെലിഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന രാജഗോപാൽ, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് റാങ്കോട് പാസ്സായ സമർത്ഥനായ അവനന്ന് വേണാട് പത്രിക എന്നുള്ള ജനാർദ്ദൻ നായരുടെ പത്രത്തിൽ ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ അവനെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. നമ്മളൊക്കെ ഇതുപോലെ ഓരോരോ പത്രങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാകും. നമ്മളെ കൂടുതൽ ഏജൻസിക്കൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ. അപ്പം അങ്ങനെ വന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാജഗോപാലിന് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് കിട്ടി അവിടെ അത് കഴിഞ്ഞിട്ട്. അപ്പം പത്രത്തിൽ വേണാട് പത്രികയിൽ ഒരു വലിയ വാർത്ത, ഞങ്ങളുടെ ലേഖൻ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക്. അങ്ങനെ ഒരു മാധ്യമ ചരിത്രം ഉണ്ടോയെന്ന് പോലും വലിയ വാർത്ത, ഞങ്ങളുടെ ലേഖൻ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് നിൽക്കാനുള്ള ഒരു വലിയ ബോട്ടം ഒരു 5-6 സെൻറ്റി കോളം ഉള്ളൊരു വാർത്ത. അങ്ങനെയൊക്കെ. അപ്പം നല്ല ഒരു അങ്ങനെ പിന്നെ അവിടെ തന്നെ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യും. ഞങ്ങൾ കൊടുത്ത ഫീസ് തന്നെ നമുക്ക് ഇതിൽ കൂടെയൊക്കെ പലതും തിരിച്ചു കിട്ടി. ഞാനൊരു ന്യൂമിസ്മാറ്റിക്സിൻ്റെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ അത് വെറുതെ എഴുതി ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് അയച്ചപ്പം പ്രേമ മന്മഥൻ എന്നുള്ള ഫീച്ചേഴ്സ് എഡിറ്ററിൻ്റെ മറുപടി വന്നു, എനിക്ക് ഇത് കൊള്ളാം, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോട്ടെ. നമുക്ക് വലിയ സന്തോഷമല്ലേ, നമുക്ക് കിട്ടുന്നൊരു വലിയ അംഗീകാരമല്ലേ. അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ലേഖനം വന്നു, ന്യൂമിസ്മാറ്റിക്സ്, അതായത് നാണയ ശേഖരത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. ആദ്യത്തെ ബൈലൈൻ അതായിരുന്നു. അതാണ് ആദ്യത്തെ ബൈലൈൻ. ശരിക്കും നമ്മുടെ പേര് അതിനകത്ത് അടിച്ചു വരുന്നല്ലോ. എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, പക്ഷേ ആ കോപ്പിയൊക്കെ എവിടെയോ പോയി സാധനങ്ങൾ. ആ ഡേറ്റിൻ്റെ എങ്ങനെ നോക്കി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് അയച്ച ആദ്യത്തെ ബൈലൈൻ മാത്രമല്ല, ആദ്യത്തെ പ്രതിഫലവും അതായിരുന്നു ശരിക്കും. മറ്റേ PTയിലേക്കൊക്കെ വന്നാണെങ്കിൽ നമുക്ക് അത് കിട്ടുന്നില്ലല്ലോ. ഇതിന് 150 രൂപ ആദ്യം കിട്ടിയ അതിൻ്റെ ഒരു കോപ്പി ഞാൻ ഇന്നാളെന്തോ തപ്പി നോക്കിയപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്, ഇവർ അയച്ചു തന്ന റെസിപ്റ്റിൻ്റെ ഒരു കോപ്പി. അങ്ങനെ ഇങ്ങനെയെല്ലാം ആയപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ ട്രാക്കിലേക്ക് വിടുന്നു. പിന്നെ സാജൻ്റെ പ്രേരണ ദൂരദർശനം എത്തിയപ്പം കൂടെ ആയപ്പോൾ എനിക്ക് BSFൽ ഓഫീസറായിട്ട് സെലക്ഷൻ കിട്ടിയെങ്കിലും, അല്ലെങ്കിൽ ഞാനിപ്പം DIG ഒക്കെ ആയിപ്പോയി. അപ്പം അന്ന് പിന്നെ ഞാനിപ്പോഴും അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പിള്ളേരെങ്കിലും കാണിക്കണമെന്ന് നമുക്ക്. ഇങ്ങനെയൊക്കെയാണ്. വേറെയും ചില സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്ന് അത്ര ഒരു മാധ്യമപ്രവർത്തനത്തിനോടൊരു അത്ര ആകർഷണം വന്നു. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഒരുപാടൊരു സർക്കാർ ഈ അധ്യാപകർ ഒക്കെ, കോളേജ് അധ്യാപകരൊക്കെ വരെ ആ പണി വിട്ടിട്ട് ഒക്കെ മാധ്യമപ്രവർത്തനത്തിന് വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ നേരെ തിരിച്ചാണ് ട്രെൻഡ്. മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥയും അതിനുപരി ഒരു ഭയങ്കര സമൂഹത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരവും. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അംഗീകാരം എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ലാഹായിൽ പോയി മലപ്പണ്ടാരങ്ങൾ ആ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തപ്പോഴും നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല അതിനുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ്. അത് ഭയങ്കര ഒരു അംഗീകാരമാണ്, നമുക്ക് കിട്ടുന്ന ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അങ്ങനെ ദൂരദർശനിൽ നന്നായിട്ട് പണിയെടുക്കാൻ പറ്റി. ശരിക്കും എന്നെ ഫോം ചെയ്തത് ദൂരദർശൻ തന്നെയാണ് എല്ലാ തരത്തിലും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഒരു മറ്റേ ദൂരദർശൻ്റെ ഒരു വാർത്താ വലിയ ഒരു കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു, ജോൺ ഉൽഹനാൻ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോണിൻ്റെ കൂടെ ജോണിൻ്റെ ബുൾഗാനൊക്കെ വെച്ചാൽ അന്ന് ജോൺ ആണ് ഇവിടുത്തെ ഒരു താരം. അദ്ദേഹം ആ കാലത്തിൽ മരിച്ചുപോയി. ജോണിൻ്റെ കൂടെ ഞാനിത് റൂറൽ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഈ ജേർണലിസ്റ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വാർത്താചിത്രം എന്നായിരുന്നു ഒരു വീക്ക്ലി ഒരു ന്യൂസ് മാഗസിൻ. അതാണ് ശരിക്കും മലയാളത്തിലെ ആദ്യത്തെ ഒരു ന്യൂസ് മാഗസിൻ എന്ന് പറയുന്നത്. കുറേയൊക്കെ സർക്കാരാണ്, പക്ഷെ അതിനുള്ളിൽ തന്നെ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ടറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിരുന്നു. പിന്നെ അതുപോലെ ഈ ശ്യാമപ്രസാദ് പോലുള്ള പ്രമുഖ സംവിധായകനൊക്കെ, ശ്യാമപ്രസാദൊക്കെ അന്ന് ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അദ്ദേഹമൊക്കെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ടെലിഫിലിമൊക്കെ സാറ ടീച്ചറിൻ്റെയൊക്കെ നിലാവ് അറിയുന്നു എന്നൊക്കെ പോലത്തെ ചെറുതൊക്കെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ അളകപ്പനൊക്കെ ക്യാമറ ആയിരുന്നു. അങ്ങനെ ഒരു ഫിക്ഷണൽ എലമെൻറ്റിനും ഒക്കെ കൊടുക്കാൻ അവരെ കൂടെയൊക്കെ ചിലപ്പോൾ നമ്മൾ അസിസ്റ്റൻ്റായിട്ടും ഒക്കെ പോയി പലതും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പോഷർ. അപ്പം മീഡിയയും കൂടെ, ജേർണലിസവും മീഡിയയും രണ്ടാണല്ലോ.
മീഡിയയെ ടെലിവിഷൻ ഓഡിയോ വിഷ്വൽ മീഡിയയുടെ സാധ്യതകൾ മനസ്സിലാക്കാനൊക്കെ പറ്റിയത് ആ ദൂരദർശൻ കാലഘട്ടത്തായിരുന്നു. അപ്പോൾ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കോൺട്രാക്ട് ജീവനക്കാരനായിരുന്നു, കരാർ ജീവനക്കാരായിരുന്നു. അപ്പം തന്നെ അന്നാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം തുടങ്ങി. അതൊരു വലിയ ചൂടുവെപ്പായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ആദ്യം, ഞാൻ കരമനയാണ് എൻ്റെ വീട്, ഞാൻ അവിടുത്തെ ലോക്കൽ നമ്മുടെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം പോവുകയായിരുന്നു. അങ്ങനെ സാക്ഷരതയായിട്ട് ഒരു ഇഷ്ടം വന്നു. അങ്ങനെ സാക്ഷരതാ സമിതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സുമാരൻ നായർ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം ആയിരുന്നു അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, ബിജു ഇങ്ങനെയൊക്കെയാണ്, ജേർണലിസ്റ്റൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ദൂരദർശൻകാരുമായിട്ട് അവർ കോൺടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള എൻ്റെ ബന്ധം കൊണ്ട് സാക്ഷരതാ സമിതിയുടെ വീഡിയോ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ കേരളം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റി. അതൊരു ഭയങ്കര അനുഭവമാണ്. നമ്മൾ റാബിയ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അന്നത്തെ ഒരു ഐക്കണുണ്ട് സാക്ഷരതയുടെ. ഒരു പോളിയോ വന്ന് കാല് തള്ളുന്ന മലപ്പുറത്തുള്ള ഒരു സ്ത്രീയാണ്. അവർ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. റാബിയയെ ചെന്ന് അടക്കം ഉള്ളവരെ കണ്ട് നമ്മൾ ഡോക്യുമെൻ്ററിയും ഇതൊക്കെ ചെയ്ത്, ആ ഡോക്യുമെൻ്ററിക്ക് പിന്നെ നമ്മുടെ സ്ഥാപനത്തിനൊക്കെ നെറ്റ്വർക്ക് TV എന്നുള്ള സ്ഥാപനത്തോടെയൊക്കെ ചേർന്നാണ് ലീനും ഏലിയാസും ഒക്കെ കൂടെ തുടങ്ങിയൊരു സ്ഥാപനം. ഞാനും എൻ്റെ തുടക്കക്കാരിലൊരാളായി. അപ്പം ഞങ്ങൾ ചെയ്തതിനൊക്കെ പിന്നെ അവാർഡും ഒക്കെ കിട്ടിയ ഒരു സാധനമാണ്. റാബിയെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിൻ്റെ തലങ്ങും മലങ്ങും, പ്രത്യേകിച്ച് എനിക്ക് ഇടുക്കി, മലപ്പുറം, കാസർഗോഡ്, വയനാട് പോലുള്ള ഏറ്റവും ദുർഘടമായ ജില്ലകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെന്ന് സ്റ്റോറി ചെയ്തത്. നവസാക്ഷരർക്ക് വേണ്ടിയുള്ള സ്റ്റോറികളും പിന്നെ ഈ പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ട് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പ്രചരണത്തിനായിട്ടും ഉള്ള ഉപയോഗിച്ചു. ദൂരദർശനിൽ അതിൽ നിന്ന് എടുക്കുന്ന ഓരോ ആഴ്ചയിൽ അരമണിക്കൂർ ഒരു പരിപാടിയും ചെയ്യുമായിരുന്നു നമ്മളതിൽ. അത് വളരെ ശരിക്കും കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാമൂഹിക ചിത്രം ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയത് ഈ സാക്ഷരതാ സമിതിയുടെ വീഡിയോ പ്രൊഡക്ഷൻ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഈ പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ എനിക്ക് ISROയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് DST ഡിപ്പാർട്ട്മെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ആപ്ലിക്കേഷൻ വിളിച്ചു. സയൻസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു പരിശീലനം, 15 സീറ്റാണ് ഇന്ത്യയിലോട്ടാകെ. ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ പരിഷത്തിൻ്റെ ഉള്ളൊരു ഇതുമൊക്കെ ഉണ്ടായിരുന്നു, അതും ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദൂരദർശനിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററൊക്കെ തന്നു. അങ്ങനെ ഞാൻ ആ കോഴ്സ് ചെന്ന് ചെയ്തു. അഹമ്മദാബാദിൽ ISROയുടെ ഡെക്കു എന്ന് പറഞ്ഞിട്ട് സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്. ഇന്ത്യയിൽ ശരിക്കും ഉപഗ്രഹം ISRO വിക്ഷേപിച്ചപ്പോൾ അതിന് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സവിശേഷത ടെലിവിഷനും അങ്ങനെയാണ് ഇന്ത്യയിലെ സാറ്റലൈറ്റ് ടെലിവിഷൻ തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സൈറ്റ് എന്നൊക്കെയുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് സാറ്റലൈറ്റ് ഇൻ്റർവെൻഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻറ്റ്. അതൊക്കെ നടപ്പാക്കിയ ടീമാണ്. ഞങ്ങൾ പോയപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു. അതൊക്കെ 80-കളിലായിരുന്നു. ഇത് 90-ന് ശേഷമാണ് ഞാനീ പോകുന്നത്. അപ്പോൾ പക്ഷെ അവർ നല്ലൊരു ടീമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ടെലിവിഷനെക്കുറിച്ച് വളരെ നല്ല ടെക്നോളജിയും ISROയുടെ അച്ചടക്കവും അവരുടെ ഒരു മിഷണറീസിയിലും അങ്ങനെ ആ കോഴ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമ്മൾ റെസിഡൻഷ്യലായിട്ട് നിന്ന് പഠിച്ചാണ്. അങ്ങനെയാണ് വളരെ ഇതിനെക്കുറിച്ച് ഈ മീഡിയയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതും. വളരെ ടെക്നിക്കലായിട്ട് അവിടെ നിന്നാണ് ഞാൻ ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ പഠിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ സൗണ്ടും ഒക്കെ അത്ര മികച്ച ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് വന്ന സമയത്താണ് ഏഷ്യാനെറ്റ് തുടങ്ങുന്നത് 93-ൽ. അപ്പം ഞങ്ങൾ ഈ നെറ്റ്വർക്ക് TVയിലാണ് TN ഗോപകുമാറായിരുന്നു എൻ്റെ ശശികുമാർ അതിന് അസൈൻ ചെയ്തത്. TN ഗോപകുമാർക്കാണ് ഈ പരിപാടിയുടെ പ്രൊഡ്യൂസറായിട്ട് ഇത് കൊടുത്തത്, കരാർ കൊടുത്തത്. TN ഗോപകുമാർ നമ്മളെ കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും റിപ്പോർട്ടിങ്ങും ഒക്കെ ഈ നെറ്റ്വർക്കിനെ ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഏഷ്യാനെറ്റിൽ ആദ്യം സംപ്രേഷണം ചെയ്ത പരിപാടിയാണ് കണ്ണാടി. അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടറായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ ഇതൊക്കെ ഒരു നിമിത്തമാണ്, യാദർശ്യമായിട്ട് വന്നൊരു നിമിത്തമാണ്. ഞാനല്ല വേറൊരാളാണ് നെറ്റ്വർക്കിലുണ്ടായിരുന്നെങ്കിൽ അയാളായിപ്പോയേനെ. അപ്പം അങ്ങനെ വന്നു. അങ്ങനെ അത് വേറൊരു തലത്തിൽ, കാരണം അപ്പം ഞാൻ ദൂരദർശൻ്റെ മോളിൽ നിന്ന് മാറിയല്ലേ. അപ്പം ഇതിനകത്തേക്ക് വല്ലാത്തൊരു ചലഞ്ചുള്ളൊരു സാധനമാണ്. അങ്ങനെ കേരളമൊട്ടാകെ പോയി, കേരളത്തിന് പുറത്തുമൊക്കെ പോയി നമ്മൾ സ്റ്റോറികളൊക്കെ ചെയ്ത് അപ്പോഴാണ് ഇത് വേറെ ലെവലിലുള്ള ജേർണലിസത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ അന്നൊക്കെ ചെയ്ത സ്റ്റോറിയുടെ ലെവലിലേക്ക് നിന്ന് എത്ര താഴോട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ലെവലിൽ. കാരണം അത് ഇപ്പോഴുള്ള ആൾക്കാരുടെ കുറ്റമല്ല, ഈ കാലഘട്ടത്തിലൊരു ലൈവ് വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പം അതിൻ്റെ പുറകെ ഇന്ന് പോകുന്ന ഒരു അവസ്ഥയൊക്കെയാണ്. അന്ന് അങ്ങനെയല്ല. വളരെ ഇന്നിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഗൗരിയമ്മയെ KR ഗൗരിയമ്മയെ പാർട്ടി പുറത്താക്കുന്ന ഒരു സംഭവം എന്നുവെച്ചാൽ അന്ന് ആദ്യത്തെ തുടക്കാലത്ത് 2 ആഴ്ചയിലൊരിക്കലാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ഈ ഗൗരിയമ്മ പുറത്താക്കി എന്നറിഞ്ഞ് നേരെ വണ്ടിയെടുത്ത് ഞാൻ പോവുകയാണ്, നമ്മൾ കാറൊക്കെ എടുത്ത്.
അപ്പം ആദ്യം ഞാനെത്തി ഗൗരിയമ്മയുടെ വീട്ടിലെ ഒരു പത്രസമ്മേളനമൊക്കെ നടക്കുന്നുണ്ട് ആലപ്പുഴ. നമ്മളതിനകത്ത് കയറി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ പത്രസമ്മേളനം തുടങ്ങിയ സമയത്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്യണമല്ലോ, അന്ന് ഒരുപാട് ലൈറ്റൊക്കെ വേണം. നമ്മൾ ലൈറ്റെല്ലാം നേരത്തെ സെറ്റ് ചെയ്തത്. ഗൗരിയമ്മ ആരുടെ ഇവിടെ സിനിമ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടു നമ്മളെ പത്രസമ്മേളനത്തിൽ. അപ്പം നമ്മളെന്നിട്ട് ഒളിച്ചൊക്കെ എടുക്കാൻ നോക്കുന്നു, അവർ സമ്മതിക്കുന്നില്ല, ഭയങ്കര ഇതാണ്. കുറച്ച് കഴിഞ്ഞപ്പം ടി എൻ കുമാർ അവിടെ എത്തി. ടി എൻ ജിയെ കണ്ടതോടുകൂടി അവർക്ക് വാത്സല്യമായി. കാരണം കൃഷ്ണപിള്ളയുടെ ഭാര്യയുടെ പിന്നെ ഉണ്ടായ അത് കഴിഞ്ഞ് അവർ തങ്കമ്മ ചേച്ചി കല്യാണം കഴിച്ച അതിൻ്റെ വീണ്ടും കല്യാണം കഴിച്ചല്ലോ. അപ്പോൾ ആ മകനാണല്ലോ ടി എൻ കുമാർ. അപ്പോൾ അതുകൊണ്ട് ആ തങ്കം ചേച്ചിയോടുള്ളൊരു സ്നേഹം, ഇദ്ദേഹത്തിനോടുള്ള വാത്സല്യം, പിന്നെ നമ്മളെയൊക്കെ കയറ്റി, പിന്നെ നമ്മളെയൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് അത് മുഴുവനുള്ള ഡെവലപ്മെൻറ്റ്സ് ഒരു കണ്ണാടിയുടെ ഒരു അരമണിക്കൂറിനകത്ത് ഒരു 10 മിനിറ്റിലാണ്. അത്ര സംക്ഷിപ്തമായിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. കാരണം അത്രയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അന്ന് ന്യൂസും തുടങ്ങിയിട്ടില്ല. അതുപോലെ EMSൻ്റെ ഒക്കെ അടക്കമുള്ളവരുടെ ഇൻ്റർവ്യൂ ഒക്കെയാണ് നമ്മളൊക്കെ എടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം വളരെ നമുക്കൊരു വലിയ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. EMS നമ്മുടെ അടുത്ത് ഒരിക്കൽ ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ പരിപാടി? നമ്മളിങ്ങനെ ഇതാണ് ഏഷ്യൻ. അത് ശരി, എത്ര സമയം? ഇത് 30 മിനിറ്റ്. അല്ല അത് 30 മിനിറ്റ് ആവും. നമ്മുടെ ഈ ഭാഗം എത്ര? ഞാൻ പറഞ്ഞത് ഒരു 12-15 മിനിറ്റ് ഉണ്ടാവും പരമാവധി. ശരി. അതിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും അല്ലേ? പിന്നെ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു അതെ. പുള്ളി നമ്മളെ നിട്ട് എല്ലാം പിടിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു പരമാവധി 3-4 മിനിറ്റ് കിട്ടുമായിരിക്കും അല്ലേ? ശരി, നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാനൊരു 10 മിനിറ്റ് പറയാം. നിങ്ങൾ വെട്ടിച്ചുരുക്കി കളയേണ്ടി വരുമല്ലോ നിങ്ങൾക്ക് വേണേ. കാരണം അത്ര പ്രിസിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് ക്ലാസ് എടുക്കുന്ന രീതിയിൽ. കാരണം അത്ര ധാരണയുള്ള മനുഷ്യനായതുകൊണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പേരുമായിട്ട് ഇപ്പം നായനാരുടെ കൂടെ നമുക്ക് അമേരിക്കയിൽ അദ്ദേഹം പോയപ്പം അദ്ദേഹത്തിൻ്റെ ഞാൻ തന്നെ ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യാനും കൂടെ പോയി അമേരിക്കയിലൊക്കെ പോകാൻ. ഇതൊക്കെ നമ്മളെ ചെറുപ്രായത്തിൽ പോകാൻ കിട്ടിയ വലിയ അവസരങ്ങളാണ്. കാരണം അന്നൊരു അവസരങ്ങളുടെ ജാലകമാണ് ഇതൊക്കെ തുറന്നു തന്നത്. നായനാർ ഭയങ്കര ഒരു സരസനായ കഥാപാത്രമാണ്. അപ്പം ഇത് ഫൊക്കാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന, അമേരിക്കൻ മലയാളികളുടെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്ന പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഡോക്ടർ അനുദൻ ഇപ്പം മരിച്ചുപോയി, കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. അപ്പോൾ അന്ന് ഡല്ലസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ടെക്സാസ് സ്റ്റേറ്റിൽ അമേരിക്കയിലെ ഒരു പട്ടണമാണ് ഡല്ലസ്. അപ്പം ലാസ്റ്റ് മിനിറ്റാണ് എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു ദിവസം ഒരു ബസ്സിൽ കയറി ചെന്നൈ പോയി. പെട്ടെന്ന് ഇന്നതുപോലെ വിസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് USISയിൽ കോൺടാക്ട് ചെയ്തു, യുണൈറ്റഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസിൽ. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്തിട്ട് രാവിലെ വിസ ആപ്ലിക്കേഷൻ കൊടുത്ത് അവരെനിക്ക് വൈകിട്ട് വിസ തന്നു. അത്ര പെട്ടെന്നൊക്കെ തന്നു. എന്നിട്ട് ഞാൻ വൈകിട്ട് അന്ന് ഓടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ഓടി എങ്ങനെയൊക്കെ ഒരു ബൈക്കിലൊക്കെ കയറി മദ്രാസ് എയർപോർട്ടിൽ നിന്ന് പോയി അമേരിക്കയിൽ പോവുകയാണ്. എനിക്ക് അന്ന് ചെറുപ്രായം 10-25 വയസ്സേ ഉള്ളൂ. ഒരു ലോകപരിചയം ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ ഈ അമേരിക്കയിൽ പോയത്. അവിടെ ചെന്നിട്ട് ന്യൂയോർക്കിൽ അന്ന് മാധവൻകുട്ടി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, അവർ അതിഥിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ട് VK മാധവൻകുട്ടി ഉള്ള സമയമാണ് ഏഷ്യാനെറ്റ്. അപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയിരുന്നു 95 ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അവിടെ വന്നിട്ട് ഡാലസിൽ എത്തി. നായനാർ ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, VK നായനാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് ഇതിനോടൊക്കെ ഒരു കമ്പമൊക്കെ ഉണ്ടല്ലോ നമ്മൾ. അപ്പം പുള്ളിയായിട്ട് മാത്രമല്ല നമ്മളോടൊക്കെ ഒരു ഇടതുപക്ഷ ത്തിനൊപ്പം നിൽക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയ്ക്കുന്നുള്ള ഒരു തോന്നലൊക്കെ. കാരണം നമ്മൾ ഈ കൊല്ലം സമ്മേളനം അന്ന് 95 നടന്ന സമയത്ത് നമ്മളിതൊക്കെ വിശദമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അവരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് യെച്ചൂരിയും നായനാരും സുർജിത്തും ഇവരെല്ലാം നമുക്ക് അത്ര അക്സസ് തരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ നായനാരുമായിട്ടുള്ളൊരു പരിചയം വെച്ചിട്ട് നമ്മളെയൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയും. പക്ഷേ പുള്ളിക്ക് ഒരു ഇന്ത്യൻ എംബസിക്കാർ കോൺസുലേറ്റുകാർ ഒരു ലിമസൺ കാറ്, ചലിക്കുന്ന രാജകൊട്ടാരം എന്ന് പറയുന്ന ലിമസൺ കാറ് കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമാറ്റിക്കാണ്. പക്ഷെ പുള്ളി അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവനെവിടെ ഏഷ്യാനെറ്റിലെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വണ്ടി വിടുകയുള്ളൂ. കാരണം ഞാൻ ഫ്രണ്ടിൽ കയറണം. അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കവർ ചെയ്ത് ഒരിക്കൽ ഞങ്ങൾ രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അതിൽ തന്നെ നമ്മുടെ അന്ന് ഈ കെന്നഡി വെടിയേറ്റ് മരിച്ച ഈ പട്ടണത്തിലാണ്, ഡാലസിൽ. അപ്പോൾ അവിടെ അതിൻ്റെ അവിടെ ഒരു കെന്നഡി മ്യൂസിയം ഉണ്ട് ആ സ്ഥലത്ത്. ആ മ്യൂസിയത്തിൽ ഇത് കവർ ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ക്യാമറ, ഞാൻ തന്നെയാണ് ക്യാമറയും ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ വളരെ ഇലക്ട്രിക് പ്രോബ്ലം ഉള്ളൊരു ക്യാമറ ആയിരുന്നു. അപ്പം ബാറ്ററി ഡ്രെയിൻ ഔട്ടായി. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, സഖാവേ ഇങ്ങനെ ക്യാമറയെല്ലാം ഒരു ഡ്രെയിനാണ്, നിനക്കെന്ത് ചെയ്യണം? അതിന് ഞാൻ എന്ത് വേണം? നീ ക്യാമറയൊക്കെ നല്ലതല്ലേ കൊണ്ടുവരേണ്ടത്, നീ ഇവിടെ നിന്നില്ലേ, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊന്ന് ചാർജ് ചെയ്ത് തരണം. നിനക്ക് ബാറ്ററി ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. പുള്ളി പേഴ്സ് പറഞ്ഞിട്ട് ഒരു പൈസ, ഇതാ $American
നീ ചെന്നിട്ട് 2-3 എത്രയാണെന്ന് വെച്ചാൽ ബാറ്ററി വാങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ബാറ്ററി വാങ്ങി, ഇതിന് വേറെ തന്നെ റീചാർജ് ചെയ്യണ്ട, നിൻ്റെ റീചാർജ് ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ വിഷമിച്ച് എനിക്ക് എന്തായാലും അടുത്ത ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ തന്നെ മ്യൂസിയത്തിൽ ചാർജ് ചെയ്തൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എന്നിട്ട് അടുത്ത റൂമിലേക്ക് പോയപ്പോൾ നയനർ ആ റൂമിൽ ഇരിക്കുകയാണ്. പുള്ളി ഇരുന്നിട്ട് ഇതിൻ്റെ എന്നെ കണ്ണൊക്കെ ഇറക്കി കാണിച്ച്, നീ എളുപ്പം ചാർജ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വമാണത്. എന്നിട്ട് അദ്ദേഹം പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു മാർക്കറ്റിലൊക്കെ പോയി, റൂറൽ മാർക്കറ്റൊക്കെ പോയി, അങ്ങനത്തെ ആ പരിപാടി മുഴുവൻ കവർ ചെയ്തു. അമേരിക്കൻ മലയാളികളെ കുറിച്ചിട്ട് അന്നാണ് എയ്ഡ്സ് ഒരു മാരക രോഗം എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ എയ്ഡ്സ് പേഷ്യൻസിനെയൊക്കെ അവിടെ കൊണ്ടുവരുന്നു, പരിചയപ്പെടുത്തുന്നു. അമേരിക്കൻ മലയാളി കുട്ടികളെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ നയനാർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, കേരള സെൻറ്ററിൽ. അപ്പോൾ അവിടെയും ഞാൻ പോയി. എയർപോർട്ടിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ മലയാളികൾ വന്നില്ല. ഞാൻ വല്ലാതെ വിഷമിച്ചു. അവിടെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരവസ്ഥ വന്നു. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ആളെ തപ്പിപ്പിടിച്ച് ഞങ്ങളെത്തി. പിന്നെ ഞാൻ അവിടെ ഒരു മലയാളിയുടെ വീട്ടിലൊക്കെയാണ് താമസിച്ചത്. പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ, ഇപ്പം മറ്റേ ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെൻറ്ററൊക്കെ ചെന്ന് ഞാൻ ചിത്രീകരിച്ചിരുന്നു ആ സമയത്ത്. ഈ ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നപ്പം നമ്മളതിൻ്റെ പഴയ അനുഭവം വെച്ചിട്ടൊക്കെ ഒരു സ്റ്റോറിയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഏഷ്യാനെറ്റിൽ തന്നെ വന്ന സമയത്ത് ഞങ്ങളിതുപോലെ 94 അന്ന് ന്യൂസ് തുടങ്ങിയിട്ടില്ല. ഞാൻ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒരു ചതുർദിന മത്സരം നടക്കുകയായിരുന്നു ഇവിടെ കോഴിക്കോട്. അതിൻ്റെ 3ാമത്തെ ദിവസമാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത്. അപ്പം അതൊരു ഞാനപ്പോൾ അത് കവർ ചെയ്യാൻ കോഴിക്കോടുണ്ടായിരുന്നു. അപ്പം തന്നെ പോയി. പക്ഷെ ആ ദിവസം അങ്ങോട്ട് എത്തിപ്പെടാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് അവിടെ വയലൻ്റ് ആയിരുന്നു ആ ദിവസം. അടുത്ത ദിവസമാണ് കൂത്തുപറമ്പിൽ എത്താൻ പറ്റിയത്. വളരെ സമഗ്രമായിട്ട് കവർ ചെയ്തു. എന്നിട്ട് രാഖി രാമായണം ഒരു ബസ്സിൽ കയറി തിരിച്ച് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ വന്ന്. കാരണം ഇത് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തി എഡിറ്റ് ചെയ്ത് ഒരാൾ ഫിസിക്കലി കാസറ്റുമായിട്ട് മോസ്കോയിൽ പോകണം. കാരണം ഇത് വളരെ അർജന്റ് ആയതുകൊണ്ട് അവർ ഷെഡ്യൂളിംഗ് മാറ്റി. കാരണം ആലോചിച്ച് നോക്കുക, അന്ന് ഒരു പ്രധാന വാർത്ത ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വേറെ എയറോഫ്ലോട്ടിൻ്റെ പൈലറ്റുമാരുടെ അടുത്തൊക്കെയാണ് സാധാരണ കൊടുത്തേക്കുന്നത്, ഡൽഹി കൊണ്ടുപോയി. ഇതിന് പകരം അത് ആ സമയം കഴിഞ്ഞുപോയി. പിന്നെ ഒരാൾ ഫിസിക്കലി കാസറ്റുമായിട്ട് മോസ്കോയിൽ പോകണം തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്നൊരു മലയാള ഒരു ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ത്യാഗങ്ങൾ ഏതൊക്കെ തലത്തിൽ നടന്നത്. ഞാൻ രാവിലെ ഒരു 3-4 മണിക്ക് എത്തി. ഞങ്ങൾ അപ്പം തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഈ സാധനമെല്ലാം എഡിറ്റ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് 8 മണിക്ക് അവിടെ കൊണ്ടുപോയി പണ്ഡിറ്റ് കോളനിയിൽ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസൊക്കെ അവിടെയാണ്. അവിടെ അവർ തയ്യാറായി അക്ഷമരായി നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ കൊണ്ടുപോയി മോസ്കോയിൽ നിന്നാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യണത്. വളരെ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ളൊരു അവിടെ നിന്നാണ് നമ്മളൊരു റഷ്യൻ സാറ്റലൈറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങി. അപ്പം ഞാൻ അതിനകത്ത് ജീവനക്കാരനായിട്ട് അതിൻ്റെ ആദ്യത്തെ സംഘത്തിൽ തന്നെ ന്യൂസിൻ്റെ മറ്റതിൽ ഞാൻ പുറത്തു നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കണ്ണാടിക്ക് വേണ്ടിയും ഇതൊക്കെ ജീവനക്കാരനായി ചേർന്നു. അപ്പോഴാണ് വിഴിഞ്ഞം കലാപം ഉണ്ടായത്. അന്ന് അതിനൊരു വാക്കുകൂടെ പറയാനുണ്ട്. അന്ന് ഞങ്ങളുടെ നീലനാണ് ചീഫ് ന്യൂസ് എഡിറ്റർ, CL തോമസിൻ്റെ ബ്യൂറോ ചീഫ്. പിന്നെ ബാബു ഭാസ്കർ സാറാണ്, BRP ഭാസ്കറാണ് എഡിറ്റോറിയൽ അഡ്വൈസർ. വളരെ കൃത്യമായ നിയതമായ രീതികളുണ്ടായിരുന്നു. അപ്പം വിഴിഞ്ഞം കലാപത്തിനെ എങ്ങനെ കവർ ചെയ്യണമെന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പം അതിനകത്ത് ബാബു സാറ് പറഞ്ഞതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളവിടെ ചെന്ന് കേവലം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം എനിക്കാണ് എൻ്റെ ചുമതല എന്നത്. കാരണം ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് ഞാനും മറ്റേ പ്രമോദും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ആദ്യത്തെ വാർത്താ വായനക്കാരനൊക്കെ. അന്ന് NK രവീന്ദ്രനൊക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പം ഞങ്ങളൊക്കെ പോയി ചെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ചെന്ന് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളത് അഭിമുഖീകരിക്കണം. അടിയൊക്കെയാണ് അന്ന് നമ്മൾ അറിയാമല്ലോ, വിഴിഞ്ഞത്തെ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അടി. ഞങ്ങളൊക്കെ പങ്കായം വെച്ച് അടിക്കുക, എന്ത് അടി ഉണ്ടായാലും നിങ്ങൾക്ക് പ്രതിഷേധിക്കാനൊന്നും അവസരമില്ല. നിങ്ങളുടെ പണിയെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ചെയ്യുക, എന്ത് സാഹചര്യങ്ങളെയും ഡിപ്ലോമാറ്റിക്കായിട്ട് നേരിട്ട്. പോലീസും സമരക്കാരൻ്റെ ഇടയിൽ നമ്മൾ ചെകുത്താനും നടകിടലിനിടയിലുമാണ് വിഴിഞ്ഞം പോലുള്ള വളരെ അപകടമായ സാഹചര്യത്തിൽ. പക്ഷേ ബാബു സാർ പറഞ്ഞു, നിങ്ങൾ അത് ഉത്തരവാദിത്തോടെ ബിജു അത് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്തു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഒരു വലിയ അൺഫോർച്ചുനേറ്റ്, അന്ന് കേരളത്തിൽ മുസ്ലിം കലാപം പോലെയും ഒക്കെ പണ്ടുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ മുസ്ലിം കലാപം വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ ആണ് വിഴിഞ്ഞത്തുണ്ടായത്. പക്ഷേ ആ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ആഴത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളാണ്, അവിടുത്തെ സ്ഥലമില്ലായ്മയാണ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യം ഇല്ലായ്മയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പോർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. ചെയ്തു വന്നപ്പോൾ നമ്മൾ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്തു. അന്ന് ബുള്ളറ്റിൻ തുടങ്ങിയിട്ട് ന്യൂസ് ടീം രൂപീകരിച്ചെങ്കിലും അങ്ങനത്തെ ഡോക്യുമെൻ്ററീസ് ചെയ്തു തുടങ്ങിയപ്പം അന്വേഷണം എന്നൊക്കെ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു നമുക്ക്.
അതിൽ ഈ സാധനം ചെയ്തു തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇതിനെ, മുഖ്യമന്ത്രി AK ആൻ്റണിയൊക്കെ ആയിരുന്നു, അവരുൾപ്പെടെ ഇതിനെ വളരെ ഗൗരവമായിട്ട് എടുത്തു. മാത്രമല്ല ജോൺ ജോസഫ് എന്ന് പറഞ്ഞൊരു ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്നു, അദ്ദേഹമൊക്കെ വന്നു. സൂസാപാക്യം തിരുമേനിയായിരുന്നു ഇവിടുത്തെ ബിഷപ്പ്. അതുപോലെ പാളയം ഇമാമായിരുന്ന അബ്ദുൽ ഗഫാർ മൗലവി, ഇവരെല്ലാവരും ഒത്തുവന്ന് നമ്മളിവരെല്ലാം ചെന്ന് കണ്ടു. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു ഇടനിലക്കാരായി വർത്തിക്കുന്ന നമ്മളറിയാതെ തന്നെ നമ്മളതിലായി. അവർ നമ്മടുത്ത് പറഞ്ഞു, നമ്മളപ്പുറത്ത് ചെന്ന് പറയുന്നു, പോലീസുമായിട്ട് സംസാരിക്കുന്നു. ഹേമേന്ദ്രനൊക്കെ ആയിരുന്നു, പിന്നെ DGP ഒക്കെ അദ്ദേഹമൊക്കെ ആയിരുന്നു അന്ന് അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന, സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അദ്ദേഹമൊക്കെ. ഇവരെല്ലാവരുടെ ഒരു മിഡിൽ മാൻ എന്നാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. മാറാട് കലാപത്തിൽ മാധ്യമപ്രവർത്തകർ കോഴിക്കോട്ടെ ചെയ്തു എന്നുള്ളത്, പക്ഷേ അത് കുറച്ചുകൂടെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. നമ്മളങ്ങനെയല്ല, ഒരു ആകസ്മികമായി പെട്ടതാണ്. അതിന് നമ്മുടെ അന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ ഒരു നയമാണ് നമ്മളതിലേക്ക് നയിച്ചത്. കാരണം കൃത്യം ഗൈഡൻസാണ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ചെയ്തു. അത് ആ കലാപം പരിഹരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. പിന്നെ ശരിക്കും അതിനുശേഷം അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും ഒരു വർഗീയ കലാപമായിട്ട് പിന്നെ ഒരിക്കലും അത് ഉരുത്തിരിഞ്ഞിട്ടില്ല. അങ്ങനെ ഇങ്ങനെയെല്ലാം വന്നിട്ടാണ് നമ്മൾ ബുള്ളറ്റിൻ തുടങ്ങുന്നത്. ഒരു ബുള്ളറ്റിനായിരുന്നു, അത് ഫിലിപ്പൈൻസിൽ നിന്ന് ഒരു അമേരിക്കൻ പഴയ നാവിക താവളത്തിൽ സുബിക് ബേ എന്ന് പറയുന്നത്. ഫിലിപ്പൈൻസിൽ നിന്ന് ചിലപ്പം അവിടെ നിന്ന് ഒരു ചാർട്ടേഡ് വിമാനമൊക്കെ എടുത്താലേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഒരു ഐലൻഡൊക്കെയാണ്. അത്ര പ്രയാസപ്പെട്ടാണ് അവിടെ എത്തുന്നത്. ആഴ്ച തോറുമാണ് ഇവിടുന്ന് കാസറ്റുകൾ അയക്കും. ന്യൂസിനാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഒരു സാധനം എത്തിക്കണമെങ്കിൽ അടുത്ത ദിവസം പോലും അവിടെ എത്തില്ല, മൂന്നാമത്തെ ദിവസം എത്തുള്ളൂ. ഇവിടെ നമ്മൾ മദ്രാസിലെ ഫ്ലൈറ്റിൽ കയറ്റി വിടും. മദ്രാസിൽ നിന്ന് സിംഗപ്പൂറിൽ നിന്ന് ഫിലിപ്പൈൻസിൽ നിന്ന് ചിലപ്പം ഒരു ചാർട്ടേഡ് വിമാനം പോലും എടുത്ത് കാസറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക. അതൊക്കെ നമുക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് നമ്മളെല്ലാ വാർത്തയും മുൻകൂട്ടി ചെയ്യും, ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കാണ് ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്താണ് ശിവഗിരി കലാപമൊക്കെ ഉണ്ടായത്. ശിവഗിരിയിലെ കലാപമല്ല, ശിവഗിരിയിൽ ഈ ഒഴിപ്പിക്കൽ നടപടി അല്ലേ, സ്വാമി ശാശ്വതാനന്ദയ്ക്കെതിരെ ഭരണം വിട്ടുകൊടുക്കാത്തതിന് പ്രകാശാനന്ദ കോടതിയിൽ സമീപിച്ച് അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ആറ്റിങ്ങൽ കോടതി നടപ്പാക്കുകയും ഞാനാണത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളവിടെ പോയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയും യാഥാർത്ഥ്യമായിട്ടൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അന്ന് ആ കലാപത്തിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് മദനിയാണ് ഒരു പ്രധാന റോള് വഹിച്ചത്. അവിടെ അക്രമമൊക്കെ ഉണ്ടാക്കിയതിൽ അത് പറയാതിരിക്കാൻ വയ്യ. അതിന് ശാശ്വതാനന്ദയ്ക്ക്, പക്ഷെ എനിക്ക് മദനിയായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ അവന്മാർ കൈകാര്യം ചെയ്യാനെങ്കിൽ പിടിച്ചിട്ട് എന്നെ രക്ഷിച്ചത് മദനിയാണ്. പക്ഷേ അവിടെ ഈ കലാപത്തിന് അവിടെ അവസാനം അത് പോലീസിൻ്റെ തലയിലായി. ശാരദാ മഠമൊക്കെ തകർത്ത് അതൊക്കെ ഞാനിതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഈ വന്ന അക്രമകാരികളാണ് സോഡാ കുപ്പിയൊക്കെ എറിഞ്ഞ് മുഴുവൻ ചെയ്ത ഒരു സംഭവമൊക്കെ. പക്ഷേ അവസാനം പാവം ശങ്കർ റെഡ്ഡി അതിൻ്റെ ബലിയാടായിപ്പോയി. അദ്ദേഹം റൂറൽ SP ആയിരുന്നതാണ്. അന്ന് AK ആൻ്റണി പോലും ശങ്കർ റെഡ്ഡിക്ക് വേണ്ട പിന്തുണ പിന്നെ കൊടുത്തു എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. AK ആൻ്റണി അതൊക്കെ ചെയ്യാൻ അദ്ദേഹം ചെയ്തത് തന്നെയാണ് ശരി. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, ആറ്റിങ്ങൽ കോടതി ഇത് നടപ്പാക്കിയിരിക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും നമ്മുടെ കെ അജിത്തും പിന്നെ മീഡിയ അക്കാഡമിയിലൊക്കെ വന്ന് കെ അജിത്തും കൂടെയാണ് നമ്മളത് കവർ ചെയ്യാനൊക്കെ പോയത്. ഞങ്ങൾ തന്നെയാണ് അന്ന് ക്യാമറ എഡിറ്റിങ്ങും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്കൂട്ടറിലൊക്കെ പോയാണ് എത്ര ദൂരമാണെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടായി. പിന്നെ ഏഷ്യാനെറ്റിൽ പിന്നൊരു കാലഘട്ടത്തിലേക്ക് അന്ന് ഞങ്ങൾക്ക് വേറൊരു ഭാഗ്യം, ഇന്ത്യയുടെ ജനാധിപത്യത്തിലുണ്ടായ ഒരു അപഭ്രംശം നമുക്കൊരു ഭാഗ്യമായി മാറി. അതായത് 96 മുതൽ 2000 വരെ നിരത്തിപ്പിടിച്ച് ദേശീയ തെരഞ്ഞെടുപ്പുകളൊക്കെയാണ്. കാരണം മുഴുവൻ ഇൻസ്റ്റേബിൾ ഗവൺമെൻറ്റുകളാണ്, അസ്ഥിര സർക്കാരുകളാണ് കേന്ദ്രത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ 96, 98, 99 ഇങ്ങനെ പലതരത്തിൽ സ്റ്റേറ്റ് ഇലക്ഷനുകൾ, നാഷണൽ ഇലക്ഷൻ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് 3-4 ഇലക്ഷൻ നടന്നു ഈ ഒരു 5 കൊല്ലം കൊണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതൊരു വലിയ അവസരമായി. അന്നും ബാബു ഭാസ്കർ സാറും ഇവരെല്ലാം ഉണ്ടല്ലോ, അപ്പം എഡിറ്റിൽ അഡ്വൈസറായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ദേശീയ തലത്തിലുള്ള എല്ലാ ഇലക്ഷൻസ്, അത് നമ്മളൊക്കെ ഗുജറാത്തായാലും ഛത്തീസ്ഗഡ് ആയാലും മധ്യപ്രദേശ് ആയാലും ഗോവയായാലും ഇങ്ങനെയുള്ള ചെറിയ സ്റ്റേറ്റുകൾ, ഗോവ എന്ന് പറയാൻ ഗോവ പോലുള്ള ചെറിയ സ്റ്റേറ്റ് തൊട്ട് മധ്യപ്രദേശ് പോലെയുള്ള വലിയ സ്റ്റേറ്റ് വരെ അവിഭക്ത മധ്യപ്രദേശൊക്കെയാണ്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ പോയി കവർ ചെയ്യുന്നു. ഇതെങ്ങനെ നമ്മളിവിടെ നിന്ന് പോകാൻ നമുക്ക് വല്ല ധാരണയുണ്ട് ഇതിനെക്കുറിച്ചിട്ട്. അപ്പം നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള, പ്രത്യേകിച്ച് അവിടെയും നാഷണൽ ലെവലിൽ പരിചയമുള്ള ബാബു ഭാസ്കർ സാറാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. ശശികുമാർ സാറിന് വേറെ ലെവലാണ്, സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ളതാണ്. അദ്ദേഹം നമുക്ക് എല്ലാ സാധനം, ഇപ്പം എനിക്ക് കാസറ്റ് ഇല്ല എന്നുള്ള ഷോർട്ടേജ് വരവാണെങ്കിൽ നമുക്ക് ശശികുമാറിനെ വിളിച്ച് പറയാം, അത് എത്തിച്ചിരിക്കും ആ ലെവലിൽ. ബാബു സാറാണ് പക്ഷേ എഡിറ്റോറിയലായിട്ട് നമുക്ക് തന്നിരുന്ന നിർദ്ദേശമൊക്കെ. അപ്പം ബാബു സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു മണിക്കൂർ സംസാരിച്ചാൽ ഏത് സംസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള സമഗ്ര ചിത്രം നമുക്ക് കിട്ടും.
മാത്രമല്ല അവിടുത്തെ അത്യാവശ്യം കോൺടാക്ട്സും പത്രപ്രവർത്തകരെയൊക്കെ കിട്ടുമായിരുന്നു. ഈ ബലത്തിലാണ് നമ്മൾ അവിടെ പോയി സ്റ്റോർ ചെയ്ത് അന്ന് ട്രാൻസ്മിഷൻ ഒന്നും ലൈവായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കാസറ്റുമായിട്ടൊക്കെ എത്തിക്കുക, അല്ലെങ്കിൽ കാസറ്റ് പല വിധേന പോസ്റ്റിലൊക്കെ അയച്ച് ഒക്കെയാണ് എത്തിച്ചത്. കുറേ ദിവസം അവിടെ നിന്ന് ഇന്ത്യയുടെ ശരിക്കും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ. നമ്മൾ കേരളത്തിലെ പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിൽ നിന്നല്ലേ. അപ്പം നമ്മൾ മുഖ്യമന്ത്രി അവരെയൊക്കെ വിളിക്കുമ്പോൾ ദിഗ്വിജയ് സിംഗ് അല്ലെങ്കിൽ ഉമാഭാരതിയൊക്കെ വിളിക്കുമ്പം അവർ പറയും മോദിയൊക്കെ ഉണ്ട്. അന്ന് മുഖ്യമന്ത്രിയൊക്കെ ഗുജറാത്തിൽ പിന്നെ പോകുമ്പോഴൊക്കെ മോദിയൊക്കെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇവരെല്ലാവരും ഞങ്ങൾ മണ്ഡലത്തിൽ തന്നെ ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ ഇവിടെ അവർ നിൽക്കുന്ന സ്ഥലവും നമ്മളും തമ്മിൽ കാസർഗോഡും തിരുവനന്തപുരം തമ്മിലുള്ള അകലം ഉണ്ടാവും. നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഓടി എത്താൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട് ഉമാഭാരതിയുടെയൊക്കെ നമ്മളെടുത്തിട്ട് അവസാനം ഉച്ചയ്ക്ക് ഫിക്സ് ചെയ്ത നമ്മൾ ധാരണയായിട്ട് അവസാനം അർദ്ധരാത്രി 12 മണിക്കാണ്. അന്നൊരു തീപ്പൊരി പാർട്ടിയാണ് ഉമാഭാരതിയൊക്കെ. എന്നിട്ടും നമ്മൾ കേരളത്തിൽ നിന്ന് പോയി രാത്രി 12 മണി അവർ ഏതോ ഒരു വിദൂര ഗ്രാമത്തിലായിരുന്നു അന്ന്. അവിടെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഉറക്കമില്ലാത്ത ഓട്ടമാണ്, കാരണം ഓടി എത്തണ്ടേ എല്ലായിടത്തും. അത് നമ്മളെ ഒരു ഭയങ്കരമായിട്ട് പരുവപ്പെടുത്തി. സ്ഥാപനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണത്. ഇന്ന് പോലും നമ്മളൊന്നും എത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളെന്നല്ല ഒരു മലയാളം മാധ്യമം ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ടെലിവിഷൻ്റെ രീതികൾ മാറിപ്പോയി. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ലൈവ് സിറ്റുവേഷനെ കുറിച്ചിട്ട് ഷിരൂരാണെങ്കിൽ ഷിരൂർ അല്ലേ, ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ നമ്മളെ ഈ ഒരു അവിചാരിതമായി ഉണ്ടായ ഒരു ആകസ്മികമായിട്ടുണ്ടായ ഒരു മരണം മനു എന്നുള്ള പയ്യൻ്റെ. പക്ഷെ അതിൻ്റെ മൊത്തം ഒരു ഇന്നത്തെ ഒരു ടെലിവിഷൻ രീതി അതാണ്. പക്ഷെ അന്നൊന്നും അത് അങ്ങനെയല്ലായിരുന്നില്ല. ഈ കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു കാലത്ത് നമുക്ക് കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ വെൽ ഗൈഡഡ് ആയിരുന്നു. ആ ലെവലിലാണ് നമ്മൾ ഇന്നത്തെ പത്രപ്രവർത്തനം ചെയ്തിരുന്നത്. അങ്ങനെ വന്നപ്പോൾ സമയത്ത് എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ദിവസം ഞാനിങ്ങനെ EMSൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ EMSൻ്റെ വീട്ടിൽ പോയിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ച് ഓഫീസിൽ എത്തിയപ്പം അവിടെ ഓഫീസിൽ വിവരം വന്നു EMS ആശുപത്രിയിലായിരുന്നു. ഇന്ന് CL തോമസാണ് ബ്യൂറോ ചീഫ്. വിവരം കിട്ടി. അപ്പം ഞാൻ തോമസിൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ സംഭവമാണ്, നീ അത് നോക്കിക്കൊള്ളാം പറഞ്ഞിട്ട് എന്താണെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ആശുപത്രി വിളിച്ചു. അപ്പോൾ കോസ്മോയിലാണ് ഹോസ്പിറ്റലൈസ്. അപ്പം പറഞ്ഞു EMS ചെക്കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കും. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ 2 മണിക്കൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ ജോസഫ്, അന്ന് EMSൻ്റെ പേഴ്സണൽ ഫിസിഷ്യനാണ്, ഈ ഇടയ്ക്ക് അദ്ദേഹം മരിച്ചുപോയാൽ, അദ്ദേഹത്തിന് എനിക്ക് ഫോണിൽ കിട്ടി. അപ്പം ജോസഫ് സാർ പറഞ്ഞു കുഴപ്പമില്ല, റൂമിലാണ് ഞാനവിടെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, പുള്ളി മരുന്നിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റിനോട് കുഴപ്പമൊന്നുമില്ല എന്ന് പുള്ളി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് ഉദാസീനതയായി. എല്ലാ അരമണിക്കൂറും വിളിക്കണമെന്നാണ് എൻ്റെ അടുത്ത് തോമസേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നീ അവിടെ വേറെ എന്തോ ഒരു സ്റ്റോറി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ അത് വിടണം അടുത്ത ഫ്ലൈറ്റിലെന്തും. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു 3:15 ഒക്കെ ആയെന്ന് തോന്നുന്നു, കുറച്ച് താമസിച്ചു. 3:15 വിളിച്ചപ്പോൾ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞു EMS റൂമിലേക്കൊന്ന് കണക്ട് ചെയ്യാമോ. EMS മരിച്ചോയേ. കാരണം അവരെ സംബന്ധിച്ച് ഒരു പേഷ്യൻ്റ് അത്രേ ഉള്ളൂ. ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഈ വാർത്ത ബ്രേക്ക് ചെയ്യാൻ പറ്റൂല, കാരണം നമ്മൾ കൺഫേം ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു ഓമ്നി വാനുണ്ട്, അതിലടുത്ത് ക്യാമറക്കാർ, ആ ക്യാമറ എവിടെയോ വേറെ ആരോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ആ ക്യാമറക്കാരെ പെട്ടെന്ന് വിളിച്ചു വരുത്തി അവരെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു സ്കൂട്ടർ എടുത്ത് ഞാൻ പോയി കോസ്മോയിൽ. അപ്പം പോയപ്പോഴും നമ്മുടെ SRS ശക്തിധരൻ അദ്ദേഹം അദ്ദേഹം ഇറങ്ങി മേടാ പോയി. ശരി എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മേളിലത്തെ 5ാമത്. ഞാൻ ഡിഫിനൊന്നും കാത്തിൻ്റെ ഓടി കയറി. അവിടെ RS ബാബു അന്ന് ബ്യൂറോ ചീഫാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെയാണ് EMS. ഞാൻ പറഞ്ഞു കൺഫേം ആയല്ലോ, നീ എന്താ നോക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞ്. അപ്പം ഞാൻ നോക്കി ഒരു കോറിഡോറിൽ ഒരു വ്യക്തി ഒരു അവിടുത്തെ ഒരു ഇരുളടഞ്ഞ ഒരു കോറിഡോറിൽ ഒരു ട്രോളിയിൽ ഒരു ബോഡി കിടപ്പുണ്ട്. വേറെ ആരും ഇല്ല ആ സമയത്ത്, കാരണം എല്ലാവരും ആരും ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടല്ല. അപ്പം ഇവർ പറഞ്ഞു ബാബു സാറും SRS ഒക്കെ പറഞ്ഞതുകൊണ്ട്, ബാബുണ്ണൻ കൂടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെന്ന് മുഖം ഉയർത്തി നോക്കി. മൂടിയിരിക്കുന്ന ഷീറ്റ് ഫേമസാണ്, കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഈ മറ്റേ തകലം കെട്ടി. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഓഫീസിൽ വാർത്ത ബ്രേക്ക് ചെയ്തോളൂ. അന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നല്ല, അപ്പം ചെന്നൈയിൽ നിന്നാണ് നമ്മൾ. അപ്പം സിംഗപ്പൂരിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്ന് ചെന്നൈയിൽ നിന്ന് തുടങ്ങി. പക്ഷെ നമുക്ക് അന്ന് കാണിക്കാനൊന്നും വിഷ്വൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നേരത്തെ ചില സ്റ്റോറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ സാധനങ്ങൾ എന്നുള്ളത് മോർഗിലുണ്ടായിരുന്നു. അതും കാണിച്ചിട്ട് പിന്നെ നമ്മൾ വോയിസ് ഫീഡ് കൊടുത്തു.
അന്ന് ശരിക്കും ഇതൊരു പുരുഷാരം മുഴുവൻ തിരുവനന്തപുരത്തേക്ക് ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് AK സെൻറ്ററിൻ്റെ മുമ്പിലേക്ക് ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പോലെ അഖില കേരള മറ്റ് ഇപ്പോൾ ഒരു ബോഡിയൊന്നും കൊണ്ടുപോകുന്ന പരിപാടി ഒന്നും EMSൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. അദ്ദേഹം അടുത്ത ദിവസം ദർബാർ ഹാളിൽ പ്രദർശനത്തിന് വെച്ചു. അത് കഴിഞ്ഞ് തൈക്കാട് ശാന്തി കവാടത്തിലായിരുന്നു. പക്ഷേ അന്ന് നമ്മളൊരു കാര്യം ചെയ്തു. അന്ന് ഏഷ്യാനെറ്റിൻ്റെ കേബിൾ നെറ്റ്വർക്ക് നമ്മുടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് കേബിൾ. കാരണം ഈ കേബിൾ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാലല്ലേ ഈ കേബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റത് ദൂരദർശൻ്റെ ടെറസ്ട്രിയൽ ട്രാൻസ്മിഷനാണ്, നമ്മുടെ സാറ്റലൈറ്റ് ആണ്. മറ്റേത് ഭൂതലത്തിൽ പോവും, നമുക്ക് ഉപഗ്രഹത്തിൽ കൂടെ അല്ലേ പോവുള്ളൂ. അങ്ങനെ ഒരു കേബിൾ നെറ്റ്വർക്കും ഏഷ്യാനെറ്റ് ഉണ്ടാക്കിയിരുന്നു. അന്ന് എന്തൊക്കെ പ്ലാനിങ് ആണ് ഉണ്ടായിരുന്നു. ഒരു ചാനൽ ലാഞ്ച് ചെയ്യണമെങ്കിൽ വഴിയും വെട്ടണം, ഒരു വണ്ടി വിടണമെങ്കിൽ ആ വഴിയും വെട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ വഴി വെട്ടിയാണ് വണ്ടി വിട്ടത് അല്ലേ. അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ കേബിൾ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഈ കേബിൾ നെറ്റ്വർക്കിൽ അറ്റ്ലീസ്റ്റ് തിരുവനന്തപുരം, പിന്നെ വേറെ ഏതോ ചില സ്ഥലത്തേക്ക് ഹൂക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഏഷ്യാനെറ്റ് കേബിളിലുള്ളവർക്ക്, ഏഷ്യാനെറ്റ് ചാനലിൽ കൂടെ അല്ല അത് കാണിക്കുന്നത്, കേബിളിൽ കൂടെ ഒരു അഡീഷണൽ ഫ്രീക്വൻസി ഓപ്പൺ ആക്കി അതിൽ കൂടെ EMSൻ്റെ അടുത്ത ദിവസത്തെ ആയപ്പം ആദ്യ ദിവസം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈ AK നമ്മൾ അത്യാവശ്യം വിഷയം. രണ്ടാം ദിവസം ദർബാർ ഹാളും തിരുവനന്തപുരത്ത് പിന്നെ തെക്കാട് വരെയുള്ള സാധനങ്ങൾ നമ്മൾ കേബിൾ നെറ്റ്വർക്കിൽ കൂടെ ലോക്കലായിട്ട് കാണിച്ചു. അതാണ് തത്സമയ സംപ്രേഷണം, ആദ്യത്തെ ഒരു തത്സമയ സംപ്രേഷണം എന്ന് പറയുന്നത്. പക്ഷെ അത് ചാനലിൽ അവൈലബിൾ ആയില്ല. കാരണം ചാനൽ വേറൊരു സ്ഥലത്തു നിന്നാണ് ഒരു അമേരിക്കൻ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് അതിലൊന്നും അപ്ലിങ്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. അന്ന് ശാന്തി കവാടത്തിലായിരുന്നു. അന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. നമ്മുടെ വാജ്പേയി മന്ത്രിസഭ അധികാരം ഏൽക്കുന്ന ദിവസമാണ് അല്ലേ. ആ ദിവസം ആയതുകൊണ്ട് അന്ന് വാർത്ത ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള വലിയൊരു ചോദ്യം വന്നു. EMS മരിച്ചു എന്നുള്ളതാണോ കൊടുക്കേണ്ടത് അടുത്ത ദിവസം ആ ദിവസം വരുന്ന സമയത്ത് വാജ്പേയി അവസാനം വലിയ ചർച്ചകൾക്കൊക്കെ ശേഷം നമ്മൾ EMSന് തന്നെ കൊടുത്തു. കാരണം മറ്റത് അറിയാലോ, തലേദിവസം പറഞ്ഞു അത് നോണാണ്. എൻ്റെ തലേദിവസം നമുക്ക് ഭൂരിപക്ഷമൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് ധാരണയായത്. അന്നൊക്കെ ലോങ് ഇലക്ഷൻ പ്രോസസ്സ് അല്ലേ. അപ്പം നമുക്കറിയാം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ ഇങ്ങോട്ട് വരികയും ചെയ്തു, മന്ത്രിയായ EMSന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, ഉപപ്രധാനമന്ത്രി. അപ്പം ആലോചിച്ച് നോക്കുക, അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഡിഗ്നിറ്റിയൊക്കെ ആയിട്ട് അവർ ഇത്രയും വലിയൊരു ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഒക്കേഷനല്ലേ, ഒരു BJP ഒരു അധികാരം പിടിച്ചൊരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒരു വേളയിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ EMSന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തി. അതൊക്കെ ഒരു അന്നത്തെ ഒരു പൊളിറ്റിക്സിൻ്റെയും ഒക്കെ മെഗ്നാനിമിറ്റിയുടെ ഒരു സൂചകമാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നമുക്കൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഞാൻ എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തനം, ടെലിവിഷൻ മാധ്യമപ്രവർത്തനം, ഞാൻ മാധ്യമപ്രവർത്തനം തന്നെ എൻ്റെ ചോയ്സ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു പട്ടാളക്കാരനാവാൻ ആഗ്രഹിച്ച് ആകസ്മികമായിട്ട് പത്രപ്രവർത്തനത്തിൽ എത്തിയാണ്. ടെലിവിഷനിലേക്ക് എത്തിയ സമയത്താണെങ്കിലോ ടെലിവിഷനിലേക്ക് ആ സമയത്ത് ദൂരദർശൻ്റെ ഒരു അവസരം, എൻ്റെ ഒരു സഹപാഠി അവിടെ പണിയെടുക്കാൻ കൂടെ പഠിച്ചത് ആൾക്ക് ദൂരദർശനിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അവിടെ നല്ല സാധനം പോലുള്ള നല്ലൊരു പ്രൊഡ്യൂസറൊക്കെ കീഴിലായി, ന്യൂഷ് പോലുള്ള ഡയറക്ടർ ഉണ്ടായിരുന്നു, ബൈജു ചന്ദ്രൻ, അങ്ങനെ ഇവർ നല്ല ശ്യാം പ്രസാദ്, അങ്ങനെ നല്ല ഒരുപാട് പ്രഗത്ഭരുടെ ഒരു നിരയുണ്ടായിരുന്നു, നല്ല എഞ്ചിനീയേഴ്സ്, നല്ല ക്യാമറമാരൊക്കെ. അങ്ങനെ നമ്മൾ വന്നു. ഏഷ്യാനെറ്റ് ആ സമയത്ത് ശശികുമാറിൻ്റെയും സക്കറിയും മാധവൻകുട്ടിയും ബാബു ഭാസ്കർ ഇവരെല്ലാം കൂടെ അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി. അവിടെ തന്നെ വന്നു. നമുക്ക് ഇപ്പം നീലൻ സാറും NP ചന്ദ്രശേഖരനും CL തോമസും കെ രവീന്ദ്രനും ഇങ്ങനെ പിന്നെ നമ്മുടെ പ്രവർത്തന പ്രമോദും ഞാനും സുരേഷ് പട്ടാമ്പി, ഇങ്ങനെയുള്ള വലിയൊരു ടീമും ഞങ്ങൾക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു വലിയ സംബന്ധം. ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ അസറ്റ് എന്തെന്ന് വെച്ചാൽ ആർക്കൈവ്സാണ്. ശരിക്കും കേരളത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ ഒരു 10-30 കൊല്ലത്തെ ചരിത്രം, 33 കൊല്ലത്തെ ചരിത്രം, 32 കൊല്ലത്തെ ചരിത്രം ഒരുവിധം നമ്മളെ കയ്യിലുണ്ട് സാധനങ്ങൾ, അന്നത്തെ പ്രധാന സംഭവങ്ങൾ. അത് ഒരു ചില്ലറ കേരളത്തിൽ വേറെ ആർക്കും അങ്ങനെ, ഇപ്പോൾ കേരളത്തിൻ്റെ സർക്കാർ സംവിധാനത്തിന് പോലും അങ്ങനെ സാധനമില്ല. ദൂരദർശനിൽ നമ്മളൊക്കെ ചെയ്ത ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ദൂരദർശനിലെ നമ്മളെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊക്കെ വളരെ ചെറിയ സംഭവനാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പേര് ചെയ്ത നല്ല പല ശ്രേണിയിലുള്ള പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ദൂരദർശനിലെ നല്ലൊരു ശതമാനം പഴയ ആർക്കൈവ്സ് എല്ലാം നശിച്ചുപോയി. അവരെന്തോ ഒരു സെൻട്രലായിട്ട് അത് ഹൈദരാബാദിൽ എന്തോ കൊണ്ടുപോയി സൗത്തിലെ മുഴുവൻ സാധനം കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ. ഇതിനകത്ത് വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഈ ഫോർമാറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര അപ്കീപ്പിംഗ് വലിയൊരു ചലഞ്ചാണ്. പക്ഷേ ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു സാധനം, ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ റോസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ കോളേജിലുള്ളൊരു കെട്ടിടമാണ്, ആയുർവേദ കോളേജിനോട് ചേർന്നിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഓഫീസ്. എന്നെ അവിടെ സ്വീകരിച്ച് എൻ്റെ പേപ്പറൊക്കെ വാങ്ങിച്ച് നോക്കിയ ഒരാൾ ഷാജി ജോസ് എന്ന് പറയുന്ന ഒരാൾ, പുള്ളി ലൈബ്രറിയനായിരുന്നു. അതായത് ജേർണലിസ്റ്റുകൾ വരുന്നതിന് നമുക്ക് മുമ്പ് തന്നെ, നമ്മളെപ്പോലുള്ള ജൂനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകൾ വരുന്നതിന് മുമ്പ് തന്നെ ലൈബ്രറിയൻ അവിടെ സജ്ജമായിട്ട് ആ പണിയും തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും
തരികയാണെങ്കിൽ അതെല്ലാം സൂക്ഷിച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ അന്നേ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഒരുപക്ഷെ ശശികുമാറിനൊക്കെ അത് കൃത്യമായിട്ടും ആ വിഷൻ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള ഒരു അങ്ങനെ എപ്പോഴും നമ്മൾ ഞാൻ ഈ ഷാജി ജോസിൻ്റെ കാര്യവും പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഒരു ബിജു ഉണ്ണിത്താൻ എന്നൊരു ലൈബ്രറിനൊക്കെ ഉണ്ടായിരുന്നു. ഈയിടെ കാലത്താണ് അദ്ദേഹം നമ്മളെ വിട്ട് വേറെ പണിയിലേക്ക് പോയത്, വേറെ മേഖലയിൽ. ഇവരൊക്കെ ചെയ്തിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല. കാരണം ഇത് ഒരു ടെലിവിഷനിൽ നമ്മൾ ആരെ കാണുന്നത്? ആങ്കർമാരും. ഇപ്പം ആങ്കർമാരെ മാത്രമേ കാണുന്നുള്ളൂ, അല്ലേ, ജനത്തിന് അറിയാമെന്നുള്ളൂ. പിന്നെ കുറേ റിപ്പോർട്ടർമാരും അറിയും. ഞാനൊക്കെ ഒരു റിപ്പോർട്ടറാണ്. ഞാൻ പിന്നെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്നു. എൻ്റെ ഞാൻ ന്യൂസ് എഡിറ്റർ ആവുന്നവരെ ഞാൻ ബ്യൂറോയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു റിപ്പോർട്ടറിൽ നിന്ന് എനിക്ക് ഡെസ്കിലേക്കൊക്കെ വരാൻ വലിയ വിഷമമായിരുന്നു. കാരണം അതാണ് എൻ്റെ ഒരു ഹരം. പിന്നെയാണ് ഞാൻ ഡെസ്കും പ്രൊഡക്ഷനും ടെക്നോളജിയിലൊക്കെ മാറുന്നത്. പ്രായമാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എത്രയോ അവിടെ ഇരിക്കുന്ന അക്കൗണ്ട്സിലുള്ള ആൾക്കാർ തൊട്ട് അവിടുത്തെ ഡ്രൈവർമാർ, നമ്മുടെയൊക്കെ ഡ്രൈവർമാരൊക്കെ അടക്കം വലിയ സംഭാവനയാണ് അതിനകത്ത് നൽകിയത്. ആ ഡ്രൈവർമാരുടെ ഈ ഒരു കഥയും കൂടെ ഞാൻ ഇതിനകത്ത് പറയാം. പുളിയറക്കോണത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു അന്ന് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഇതുവരെയാണ്. അപ്പോൾ ഈ കറുത്ത പുകയും വെളുത്ത പുകയും ഇങ്ങനെ കുറേ ദിവസം നീണ്ടു പോകുമല്ലോ. അപ്പോൾ ഒരു ദിവസം ഈ വൈകിട്ടത്തെ ഒരു പരിപാടിക്ക് ഒരു ഗസ്റ്റിനെയും കൊണ്ട് നമ്മുടെ ഒരു ഉണ്ണി എന്ന് പറയുന്ന ഒരു ഡ്രൈവർ, നമ്മുടെ ആദ്യത്തെ ഡ്രൈവറാണ് ഉണ്ണികൃഷ്ണൻ, ഒരു ഇതും കൂടെ കൊണ്ടുവന്നു. ഗസ്റ്റിനെയും കൊണ്ടുവന്നിട്ട് പുള്ളി നമ്മുടെ ഫ്രണ്ടിലെ റിസപ്ഷൻ ഏരിയയിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് അകത്തിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നമ്മുടെ റോയിട്ടേഴ്സിൻ്റെ ഡെസ്കിലിരുന്നെന്തോആണ് കാണുകയാണ് പുള്ളി എന്നാണ് തോന്നുന്നത് എനിക്ക്. അവിടെ TV കാണാൻ വേണ്ടി അതിനകത്ത് അന്ന് ഡെസ്ക് അവിടെയാണ്. പെട്ടെന്ന് റോയിട്ടേഴ്സിൻ്റെ മോണിറ്റർ ഉണ്ട് അവിടെ, അതിനകത്ത് കറുത്ത പുക വരുന്നു. കറുത്ത പുകയ്ക്ക് വരും, വെളുത്ത പുക വരുന്നു. അപ്പോൾ ഈ വാർത്തയിൽ ഇവരെല്ലാം നല്ല ഇൻവോൾവ് ആണ് ഇവരൊക്കെ. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇത് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. ആലോചിച്ചൊക്കെ ഒരു ഡ്രൈവർക്കാണ്. പുള്ളി അവിടുത്തെ അറ്റൻഡർ എടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത് സോമൻ എന്ന് പറഞ്ഞ അറ്റൻഡർ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. പെട്ടെന്ന് പറയുന്നത് ഈ സോമൻ ഓടി ഡെസ്കിനേക്ക് PCR പ്രൊഡക്ഷൻ കൺട്രോൾ റൂമില്ലേ, ആങ്കറുമായിട്ട് ഉള്ള PCR ഓടി കയറുകയാണ്. അല്ലല്ല, അവിടെ മാർപ്പാപ്പ വന്നു. കാരണം പുള്ളിക്ക് എന്താണ് അപ്പം എന്താണെന്ന് പുള്ളിക്ക് അതറിയില്ല. പക്ഷേ ഈ ഡ്രൈവർ പറഞ്ഞു, അറ്റൻഡർ അവിടെ ചെന്ന് പറയുന്നു. ആ സമയം കൊണ്ട് നോക്കിയപ്പോൾ അപ്പോഴാണ് PCR ഇരിക്കുന്ന ഒരു അലർട്ടാവുന്ന നമ്മൾ നോക്കും. അവർ റോയിട്ടേഴ്സ് അവിടെയും മോണിറ്റർ ഉണ്ട്. നോക്കുമ്പം വെളുത്ത പുക വരുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്, ഒരുപക്ഷെ നമ്മളായിരിക്കും ലോകത്ത് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുന്നത്. കാരണം അതപ്പം തന്നെ ഈ സാധനം വന്നു എന്നുള്ള ആരാണ് മാർപ്പാപ്പ എന്നുള്ളതൊക്കെ രണ്ടാമതാണ് വരുന്നത്. പക്ഷേ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് അപ്പം ലൈവ് പരിപാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ന്യൂസ് അവർ പോലെ ഏതൊരു സാധനം രാത്രിയാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആരൊക്കെയാണ് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യണത്. നമ്മുടെയൊക്കെ ആ കാലത്തൊക്കെ കാസറ്റൊക്കെ ഉണ്ടല്ലോ, ഈ ഓഫീസ് അസിസ്റ്റൻസ് ആയിട്ടുള്ള അറ്റൻഡേഴ്സൊക്കെയാണ് ജീവൻ പണയം വെച്ചാണ് കാസറ്റ് കൊച്ചിയിലൊക്കെ നമ്മൾ എത്തിക്കണം. പലപ്പോഴും ഇവിടെ നിന്ന് കാസറ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി. ഞാനൊക്കെ ഒരിക്കൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ മഞ്ഞപ്പിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഓഫീസിൽ വന്ന് വാജ്പേയി കേരള സന്ദർശനം നടത്തിയ സമയത്ത് വാജ്പേയി അപ്പം പിന്നെ എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു. ഞാൻ 4 ദിവസം ലീവാണെങ്കിലും ലീവ് ബ്രേക്ക് ചെയ്ത് വന്ന സമയത്താണ് വാജ്പേയി എത്ര മെഗ്നാനിമസ് ആയിട്ടൊരു സ്റ്റേറ്റ്സ്മാൻ ആണെന്ന് മനസ്സിലായത് അദ്ദേഹമാണ്. അദ്ദേഹം ഇന്നത്തെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരെ പോലെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനൊന്നല്ല. അദ്ദേഹം നമ്മൾ പത്രപ്രവർത്തകർ ചോദിക്കുന്ന എന്ത് ചോദ്യങ്ങൾക്കും വ്യക്തമായി മറുപടി പറയാൻ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോയതാണ്. തിരിച്ച് അന്ന് 2-3 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം അദ്ദേഹം ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അന്ന് തിരുവനന്തപുരത്തുകാർക്കൊക്കെ നമുക്ക് ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പോയപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഒരു കസേരയൊക്കെ വലിച്ചിട്ട് അവിടെ ഇരുന്നു, ടാർമാർക്കിൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടിരുന്നു അദ്ദേഹം. അപ്പം ഞങ്ങളെല്ലാം ചോദിക്കുന്നു, നമുക്കൊക്കെ ഒരു വലിയ അവസരമല്ലേ പ്രധാനമന്ത്രിയോട്, എല്ലാം വളരെ നന്നായിട്ട് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം സമയം മണി 2:30 ഞാനൊരു അന്ന് എൻ്റെ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു, ക്യാമറ, എനിക്കൊന്ന് തെരുവിയോണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ക്യാമറമാനൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി. അപ്പം ഞാൻ അവരെയൊക്കെ ഇറക്കി വിട്ടിട്ട് ഞാനും വണ്ടിയും കൂടെ 5:30 ഇത് എറണാകുളത്ത് എത്തിക്കുകയാണെങ്കിൽ ഒരു സാധ്യത ഉണ്ട് അന്നത്തെ വാർത്തയിൽ കാണിക്കാൻ. കാരണം എറണാകുളത്ത് നിന്ന് അന്ന് ഫീഡ് ചെയ്യാം, മെഡ്രാസിലേക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ എറണാകുളത്ത് നിന്ന് ഫീഡ് ചെയ്ത് ചെന്നൈ വരെ എത്തിക്കാൻ പറ്റുമായിരുന്നു, മെഡ്രാസിലേക്ക്. PSNL സ്റ്റേഷനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു മാരുതി ഒമിനിയിൽ കുറച്ച് പഴവും വെള്ളവും എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് കയറി ഒറ്റ വിടുവിടക്കം പോയി. എന്നുവെച്ചാൽ ഒമിനിയിലാണ് 3 മണിക്കൂർ 5:15 നമ്മൾ എറണാകുളത്തെത്തി. ഇടയ്ക്ക് കൊല്ലത്തൊക്കെ വെച്ചിട്ട് ഒരു സൈക്കിളുകാരൻ കുറുകെ പിടിച്ചു. ഞങ്ങൾ ചവിട്ടി, ഒമ്നിയല്ലേ, വട്ടം കറങ്ങി, ഭാഗ്യത്തിന് വണ്ടി മറിയാതിരുന്നു.
അപ്പോൾ ഞാൻ ഈ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് 3 മണിക്കൂർ എടുത്തില്ല, 2.25 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് അന്നത്തെ പഴയ റോഡിൽ കൂടെ ഓടിയെത്തി ഈ ഒമ്നി വണ്ടിയിൽ. അന്ന് വേറൊരു ഇതുണ്ട്, അന്ന് നമുക്കൊക്കെ ഉണ്ടാവുള്ളൊരു സ്വീകാര്യത ഉണ്ട്. ഏഷ്യാനെറ്റ് നമ്മുടെ ഇതൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആൾക്കാർ വഴിമാറി തരുവായിരുന്നു. നമ്മൾ ഈ ദൂരദർശനിലേക്കൊക്കെ കാസറ്റ് ഒറ്റ ഫീഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുമ്പോഴേ എല്ലാവരും വഴിമാറി, കാരണം അന്ന് മാധ്യമങ്ങൾക്കുള്ളൊരു സ്വീകാര്യതയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നമ്മൾ അന്ന് എത്തി, നമ്മൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത്, അവിടെ ഒരു ചെറിയ ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ എഡിറ്റ് ചെയ്ത് നമ്മൾ VSNL സ്റ്റേഷനിലേക്ക് പോയപ്പം അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അപ്പം ഈ പ്രശ്നം മുൻകൂട്ടി കണ്ട് ഒരാളിനെ, ഒരു ബൈക്കും വെച്ചിട്ട് ഒരാൾ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്ത് നിർത്തിയിരുന്നു. അപ്പം ഒരു ഗുഡ്സ് ട്രെയിൻ വരണം നമ്മൾ നോക്കുമ്പോൾ, ഒരു വിധത്തിലും ഈ സാധനം, കാരണം ഇത് അവസാനം ഒരു ചാക്കിൽ കെട്ടി ഈ ഗുഡ്സ്, അന്ന് ഇലക്ട്രിക് അല്ല ഡീസൽ ഇതാണ്, ഈ ചാക്ക് കെട്ടി ഈ ട്രെയിനിൻ്റെ മേളിൽ കൂടെ എറിഞ്ഞു. അയാൾ മറ്റപ്പുറത്ത് നിന്ന് അയാൾ പിടിച്ചു ഈ ചാക്ക് പിടിച്ചിട്ട് അയാൾ ബൈക്കിൽ കൊണ്ട് ജീവൻ പണയം വെച്ച് വിനോദ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസേഴ്സിനാണ് അയാൾ കൊണ്ട് കാക്കനാടുള്ള VSNL, നമ്മുടെ മീഡിയ അക്കാഡമിയുടെ ഒക്കെ പുറകിലായിട്ട് വരും, അവിടെ VSNL ഒരു സെൻറ്ററുണ്ട്, അവിടെ കൊണ്ട് ഫീഡ് ചെയ്ത് അങ്ങനെ അത് കാണിക്കാനൊക്കെ പറ്റി. എത്രയൊക്കെ എഫേർട്ടുകളാണ് ഒരു വാർത്ത എത്തിക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പിന്നെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഒരു കണ്ണാടിയുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു നിർണായകമായ ഒരു സംഭവം അതും കൂടെ പറയേണ്ടതുണ്ട്. അന്നാണ് ഈ ചാരക്കേസ് വരുന്നത് എന്നറിയാലോ. നമ്പിനാരായണനും മറിയം റഷീദയും അല്ലേ, ഫൗസിയ ഹസനും ശശികുമാറും ഒക്കെ ചന്ദ്രശേഖരനൊക്കെ പ്രതികളാവുന്ന ഒരു കേസ്. അപ്പം സ്വാഭാവികമായിട്ട് അന്നത്തെ പത്രങ്ങളിലൊക്കെ കുറച്ചതൊരു സെൻസേഷണലായിട്ട് വന്നു, ഇവർ ചാരപ്രവർത്തനം നടത്തിയെന്ന്. അപ്പം നമ്മളത് ഏഷ്യാനെറ്റിൽ നമ്മളതിനെ വേറെ ലെവലിൽ എടുക്കാൻ തീരുമാനിച്ചു. TN ഗോകുമാറുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ കോടതിയിൽ പോയി സംസാരിച്ചു. കോടതിയിലെ പ്രതികളെ ഹാജരാക്കുന്ന ഒരു വേളയുണ്ടായിരുന്നു. മറിയം റഷീദ് ഫൗസിയാസിനെ ഹാജരാക്കി. അപ്പോൾ അവർ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ മൈക്കുമായിട്ട് ചാടി വീഴുന്നു. അന്നത് പതിവല്ല, ചാടി വീഴുന്ന് അവരെ ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ അവർക്കങ്ങനെ അവർ ഇതിലൊന്നും ഇല്ലയെന്ന് നമ്മുടെ അടുത്ത് വിളിച്ച് പറയുന്നു. അത് നമ്മൾ എടുക്കുന്നു. അപ്പം പോലീസിന് ഇത് വലിയ അലോഷ്യമായി. അവർ അന്ന് സ്മാർട്ട് വിജയനും തമ്പി എസ് ദുർഗാദത്ത് ഇവരൊക്കെയാണ് ഓഫീസേഴ്സായിട്ടുള്ളത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവിടെ നിന്ന്. മറ്റേ നിയമം പറയുകയാണെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാണ്, വേണമെങ്കിൽ അങ്ങനെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പാടില്ല എന്നാണ്. ചില കാര്യത്തിലൊക്കെ നമുക്ക് നിയമം അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ വന്ന് കോടതിയിൽ കൊണ്ട് നമ്മളെ പിടിച്ച് നിർത്തി അവിടെ. പക്ഷെ ഭയങ്കര തിരക്കാണ് കോടതിയിൽ. നമ്മൾ സിനിമ കാണുന്നതല്ല കോടതിയിൽ ഒരുപാട് നടപടിക്രമമാണ്. അപ്പം ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവരെയൊക്കെ കൊണ്ടായി ഞാൻ അവിടെ നിൽക്കുകയാണ്. വൈകിട്ടായപ്പം ജഡ്ജി ചോദിച്ചു, ഇതെന്താ ഒരാൾ നിൽക്കുന്നത്, എന്താണ്? അപ്പോൾ ഏത് പോലീസ് ഓഫീസേഴ്സൊക്കെ പോയി, അവർക്ക് അടുത്ത പണികളെന്ന് പറഞ്ഞാൽ എന്നെ ഒരു പോലീസുകാരനെ 1-2 പോലീസുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഇയാൾ മറ്റേ ഒരു പ്രതിയെ ഇറക്കിക്കൊണ്ടുവന്നപ്പോൾ ഇവർ പടം എടുത്തു, എന്തോ ചോദ്യം ചോദിച്ചൊന്നും അയാൾ അവർക്ക് പറയാൻ അറിയില്ല, അതൊരു വർഷഭാഗ്യമായിരിക്കും. പടം എടുത്താ അല്ല, അത് ജഡ്ജിയുടെ അടുത്ത് തിരിച്ച് പോലീസുകാർക്ക് അധികം പറയാൻ പറ്റില്ല. അപ്പം ജഡ്ജിയാണെങ്കിൽ പ്രാന്തെടുത്തിരിക്കുകയാണ്, അത്രയൊക്കെ കേസും അന്ന് ഒട്ടും സൗകര്യമില്ലാത്ത. എന്തായാലും എന്നെ അദ്ദേഹം വിട്ടയച്ചു ആ ദിവസം. ഏതായാലും അയാൾ ഇവിടെ നിന്നില്ലേ. അങ്ങനെ വന്നു. ആ സമയത്ത് TN ഗോകുമാർ നമ്പിനാരായണനെ മറ്റൊരു ലൈസൻസ് ഉണ്ടാക്കി സംസാരിച്ചു. അങ്ങനെയെല്ലാം വന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വളരെ വേറൊരു ദിശയിലേക്ക് ആ സ്റ്റോറി ആദ്യമായിട്ട് വരുന്നത് അതിൽ നിന്നാണ്. ഒരു നമ്മൾ ചെയ്ത ഒരു പ്രധാനമായ ഒരു ന്യൂസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലത്തിലാണ്. പിന്നെ അത് നിരന്തരം ആ സ്റ്റോറി ഏഷ്യാനെറ്റ് ഗോകുമാറായാലും ഏഷ്യാനെറ്റ് എല്ലാവരും നമ്മളെല്ലാ ആൾക്കാരും നമ്മളെ പിന്നെ വന്ന റിപ്പോർട്ടേഴ്സും ഒക്കെ എല്ലാം ഫോളോ ചെയ്ത് പിന്നെ അതിനകത്ത് വേറൊരു വഴിത്തിരിവിലേക്ക് എത്തി അവർ. അപ്പം അപ്പോഴും നമ്മളടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, IBയും CBIയും ഇവരെല്ലാവരും നമ്മുടെ പിന്നെ മോദിക്കെതിരെ സംസാരിച്ചതിന് മൊഴി കൊടുത്തതിന് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ അറസ്റ്റിലായ DGP ശ്രീകുമാർ അടക്കമുള്ളവരൊക്കെ അന്ന് IBക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം പലരും നമുക്ക് ഈ ഇൻപുട്ട് വരാം. പക്ഷെ ഞങ്ങൾക്കുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കുറച്ചുകൂടെ പത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എവിഡൻസ് ഇലക്ട്രോണിക്കലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു സ്റ്റോറിക്ക് ഒതൻറ്റിസിറ്റി ഉണ്ടാവണമെങ്കിൽ അതിനെ സംസാരിക്കുന്ന ഇത് കൊടുക്കണം, ഡോക്യുമെൻറ്റ്സ് കാണിക്കണം, അല്ലെങ്കിൽ അവരെ ബൈറ്റ്സ് കൊടുക്കണം. ഇത് അല്ലേ, അങ്ങനെ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുള്ളത് കൊണ്ട് നമുക്കല്ലെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോടതിയിൽ ചെന്നിട്ട് ഇവരെ എടുക്കുകയും
അപ്പുറത്ത് നിന്ന് നമ്പിനാരായണനെ എടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായതും ചെന്ന് എടുക്കുന്നതും ഒക്കെ വന്നതും അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ കോടതിയിൽ പോയതും ഒക്കെ തന്നെ അതുകൊണ്ട് നമുക്കതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ആകസ്മികമായിട്ടാണെങ്കിലും കിട്ടും. നമ്മൾ ചിലപ്പോൾ അത് നമ്മളപ്പോഴും വിശ്വസിക്കുന്നില്ല ഇത്. പക്ഷെ ഇവർ പറയുമ്പോൾ നമ്മൾ ടെലിവിഷൻ്റെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ അത് എനിക്ക് ദൂരദർശനിൽ നിന്നൊക്കെ കിട്ടിയതാണ്. നമ്മളെല്ലാം മൾട്ടി ആംഗിൾ എടുക്കണം. മിനിമം ഒരു 2 സൈഡെങ്കിലും ഒരു സ്റ്റോറിക്ക് ഉണ്ടാവണം. എത്ര സൈഡ് കൂടുന്നു, എത്രത്തോളം 360 ഡിഗ്രിയിൽ പോകാൻ പറ്റുമോ അത്രത്തോളം സ്റ്റോറി പ്രബലമാവും എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് കിട്ടിയ ശിക്ഷണത്തിൻ്റെ ഒരു ഗുണമാണ്. അങ്ങനെ അത് ചെയ്ത് അപ്പം നമുക്കത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അല്ലേ. ഇങ്ങനെ ഉള്ള ഒരുപാട് ഇതെല്ലാം നമ്മൾക്കുള്ള ഒരു എന്താണ് ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കൂടെ നമ്മൾ ഇതിനൊന്നും അന്നൊരു വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്റ് ഒന്നുമില്ല ടെലിവിഷന്. ഈ ഫോർമാറ്റ് നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കുകയാണ്. പിന്നെ അന്ന് ഇതിനൊരു എല്ലാവർക്കും ഒരു വലിയ പാഷൻ ഉണ്ടായിരുന്നു. അന്നിപ്പം നമ്മളൊക്കെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ രാവിലെ വരും, പിന്നെ യങ്സ്റ്റേഴ്സാണ് ഞങ്ങളൊക്കെ. അപ്പം നമുക്ക് പിന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വലിയ സൗകര്യം ഉണ്ടായിരുന്നു, തിരുവനന്തപുരമാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ലെങ്കിലും വാടക കൊടുക്കേണ്ട, അന്നൊക്കെ ശമ്പളമൊക്കെ വളരെ പരിമിതമാണ്. പക്ഷേ വാടക കൊടുക്കേണ്ട, വീട്ടുകാർക്ക് എന്നെ ആശ്രയിക്കേണ്ട ഒരു ഇതില്ല. അച്ഛൻ അപ്പോഴത്തേക്ക് പെൻഷനായിരുന്നു. പക്ഷേ അച്ഛന് സർക്കാർ ജീവനക്കാരൻ KCBയിൽ ആയതുകൊണ്ട് അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളെ മറ്റേ ഒരു കാര്യത്തിനും അപ്പം ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് നടക്കാൻ പറ്റി. എവിടെ അസൈൻമെൻ്റ് ആയാലും അത് മറ്റേ വർക്കലയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും നമുക്ക് പോകാൻ നമ്മളെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തുടങ്ങിയ സമയത്ത് ഏഷ്യാനെറ്റിൽ നമ്മളെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അത്യാവശ്യം എല്ലാ പണികളും ചെയ്യുക എന്നുള്ളത്. നമ്മൾ ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ചെയ്യുമായിരുന്നു. നമ്മൾ പകലൊക്കെ ക്യാമറയും വർക്കും ഒക്കെ ചെയ്തിട്ട് രാത്രി ഇരുന്ന് പ്രോഗ്രാംസൊക്കെ എഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജൂനിയേഴ്സ് ആയിട്ടുള്ളവരാണ്, കുറച്ചുകൂടെ നമുക്ക് പ്രാപ്തി സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ മാത്രമല്ല വിഷ്വൽ മീഡിയയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇതെല്ലാം എൻ്റെ തലയിലാണ് ഈ കൊട്ടേഷൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ക്യാമറയും എഡിറ്റിങ്ങും ഒക്കെ അന്നത്തെ രീതിയിലുള്ള, ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇപ്പം എനിക്ക് അതിനകത്ത് അത്ര പ്രാപ്തി ഇല്ല യഥാർത്ഥത്തിൽ. കാരണം പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോഴും നമ്മളും പ്രായമായില്ലേ. പക്ഷെ അന്ന് നമ്മളിതെല്ലാം ചെയ്തതുകൊണ്ടാണ് ഈ അമേരിക്കയിലടക്കം, കാരണം അമേരിക്കയിൽ ഒരാളെ വിടാൻ പറ്റുള്ളൂ ആ സമയം. മാധവൻകുട്ടി ചേട്ടൻ അവിടെ ഒരു സംഘാടകനും അങ്ങനെ ഗസ്റ്റുമായിട്ടൊക്കെ പോകുന്നത്. ബാക്കി ഒരു റിപ്പോർട്ടർ, ഒരു ക്യാമറമാൻ, ഒരു എഡിറ്ററെ ഒന്നും സെപ്പറേറ്റ് വിടാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് നറുക്ക് വീഴുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെയാണ് കൊല്ലത്ത് ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ അതിനകത്ത് വിശാലമായി കയറി പോവുകയും അവിടുത്തെ അവരുടെ രഹസ്യ ചർച്ചകൾ പോലും നമുക്ക് എന്നുവെച്ചാൽ അവർ വിശ്വസിച്ചാണ് നമ്മളത് SRP ഒക്കെ ഇരുന്ന് EMS-ഉം സുജിത്തും ഒക്കെ എല്ലാം സംസാരിക്കുന്നതൊക്കെ. അപ്പം നമുക്കിതെല്ലാം എല്ലായിടത്തു നിന്നും ചെന്ന് കൃത്യം എവിഡൻസ് വെച്ചിട്ടാണ് ആ സ്റ്റോറികൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അങ്ങനെയാണ് ഒരു ടെലിവിഷൻ്റെ ഒരു ഫോർമാറ്റ് രൂപീകപ്പെടുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ സ്റ്റോറി ഇന്നൊരു വിഷ്വൽ വിട്ടാൽ 3-ാമത്തെ ദിവസമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര നല്ല സ്റ്റോറികളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം അത്ര പക്കയായിട്ടാണ് ആ സ്റ്റോറി ഉണ്ടാകുന്നത്. എന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊപ്പം തന്നെ നമ്മളുടെ ഒരു സ്റ്റേജ് കഴിയുമ്പം നമുക്ക് അന്നൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൊരു അവസ്ഥ വന്നു. എന്നാൽ പോലും നമ്മളുടെ ആദ്യത്തെ ഒരു ശിക്ഷണത്തിലുള്ളതുകൊണ്ട് ആ സ്റ്റോറി എത്രയും നല്ല രീതിയിൽ തന്നെ കൊടുക്കണം, അതിന് എപ്പോഴും മറുവശം എടുക്കണം എന്നുള്ള ഒരു അടിസ്ഥാനം ഇന്നിപ്പം പലപ്പോഴും അത് പാലിക്കാൻ പറ്റും. കാരണം ലൈവൊക്കെയാണ് കംപ്ലീറ്റ്. പിന്നെ മാത്രമല്ല അതിനുശേഷം വന്ന ചില ഒരു ചാനലുകളൊക്കെ പുതിയതായിട്ടുള്ള ചാനലുകൾ വന്നു. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയാൽ, ഇപ്പോൾ ഇന്ത്യ വിഷൻ ആണ് ഏറ്റവും ഡൈനാമിക് ആയിട്ടൊക്കെ വന്ന ഒരു ന്യൂസ് ചാനലുകളിൽ വന്ന സമയങ്ങളിൽ നമുക്കൊരു വെല്ലുവിളി. വേറെയും ചാനലുകളൊക്കെ വന്നെങ്കിലും, സൂര്യൻ കൈരളിയൊക്കെ വന്നെങ്കിലും അതൊക്കെ ജനറൽ ഇതായിരുന്നു. ഇന്ത്യ വിഷൻ വന്നപ്പോൾ ന്യൂസിൻ്റെ ഒരു കുറച്ചുകൂടെ ഓറിയൻറ്റേഷൻ വന്നു. പക്ഷെ അവർ ലൈവിൻ്റെയൊക്കെ ഉള്ള കുറച്ചുകൂടെ സംവിധാനങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വലിയ വെല്ലുവിളി ഉണ്ടായി. പക്ഷെ അവരെന്തും വിളിച്ച് പറയും, ബ്രേക്ക് ചെയ്യുക എന്നുള്ള ലൈനിലേക്ക് ഉള്ള ടെൻഡൻസി അവരുണ്ടാക്കിയതാണ്. തെറ്റ് പറ്റിയാൽ തിരുത്താം എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷെ നമുക്കത് പറ്റില്ല. നമുക്ക് യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഫസ്റ്റ് ആൻഡ് ഡു ഇറ്റ് റൈറ്റ്. ആദ്യം ബ്രേക്ക് ചെയ്യണം, അത് ശരിയായി തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളതൊക്കെ പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടാണെന്ന് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത്, ഞാൻ EMS-ന്റെ മരണത്തിൻ്റെ കാര്യത്തിൻ്റെ ഒരു സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെ ഇന്ന് എനിക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വിശ്വസിച്ച് അങ്ങ് കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ KR നാരായണൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം മരിച്ചപ്പം ഡൽഹിയിൽ അല്ലേ, അത് പക്ഷേ ഹോസ്പിറ്റൽ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ആണ്. അദ്ദേഹം വേണമെങ്കിൽ അത് ബയോളജിക്കലായിട്ട് അദ്ദേഹം എന്ന് വെച്ചാൽ ബ്രെയിൻ ഡെഡ് ആയിട്ടുണ്ടാവില്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നു.
അതൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ അതുപോലെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വന്നത്. എന്തിന് കേരള നിയമസഭയിൽ തന്നെ ഞാനൊരിക്കൽ കവർ ചെയ്ത സമയത്ത് ഒരു സംഭവം ഉണ്ടായി. നിയമസഭയിൽ അനൗൺസ് ചെയ്തു, പഴയ നമ്മുടെ സെക്രട്ടറിൻ്റെ കൂടെയുള്ള പഴയ നിയമസഭാ സ്പീക്കറാണ് അനൗൺസ് ചെയ്തു, സഭ പിരിയാണ്, അടിയന്തരമായിട്ട് നമ്മുടെ ഒരു അംഗം മരിച്ചുപോയി, വൈക്കം എം എൽ എ, അപ്പം മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത നിയമസഭ ആദരാഞ്ജലി അർപ്പിച്ച് പിരിഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നു. ഞാനപ്പം ചാടി ഇറങ്ങുന്നു. എൻ്റെ സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഞാൻ ക്യാമറയായിട്ട് പോകുന്നു. എൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ഞാനെടുത്ത് ക്യാമറയായിട്ട് പോയി നേരെ RCCയിൽ കയറി ബോഡി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എവിടെ നിന്ന് ചോദിക്കുമ്പം MLA അതായത് ആ റൂം. അപ്പം ഞാൻ വിളിച്ച് റൂമിലായിരിക്കും ബോഡി എന്ന്. അപ്പം ഞാൻ റൂമിലേക്ക് ഇടിച്ച് കയറിയപ്പോൾ ഞാൻ നോക്കുമ്പം അവിടെ ആൾ ജീവനോട്. ഞാൻ ചോദിക്കുകയാണ് എന്താണ്. അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വന്നത്. അന്ന് നമുക്ക് ഇപ്പോഴൊന്നും കയറ്റി വിടില്ല, അന്നൊക്കെ നമ്മളെ കയറ്റി വിടുന്നുണ്ട്. വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെന്ന് വന്നതെന്ന്. അല്ലെങ്കിൽ നോക്കുമ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിയമസഭയിൽ പോലും അത് തെറ്റുപറ്റും ആ ഒരു കാലഘട്ടത്തിൽ, അല്ലേ? അങ്ങനെ ഒരു സംഭവം. പിന്നെ നമ്മളത് അപ്പം നമ്മൾ വാർത്ത കൊടുത്തു, പിന്നെ നമുക്ക് തിരുത്തി കൊടുത്തു. പക്ഷേ എന്നാലും ആൾക്കാർ വിചാരിക്കും നമ്മൾ തെറ്റിച്ചു എന്നുള്ളതേ വരുള്ളൂ. അപ്പം ഇതെല്ലാം ഒരു എല്ലാ മീഡിയ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്, അല്ലേ? അതിപ്പം ഞാൻ ഈ സാങ്കേതിക വിദ്യയുടെ കൂടെ പുറകെ നടന്നിട്ടുണ്ട് ഉള്ളതുകൊണ്ട് നമുക്കത് അറിയാം, അല്ലേ? പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഒരു മാധ്യമ പ്രവർത്തനമല്ല, അതൊരു ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ബൈബിൾ ഉൾപ്പെടെയുള്ള എല്ലാത്തിനും പ്രചാരണം കിട്ടിയത്, അല്ലേ? റേഡിയോ എന്ന് പറയുന്നത് മർക്കോണി ഒരു മാധ്യമ പ്രവർത്തനമോ ബ്രോഡ്കാസ്റ്ററോ ഒന്നും അല്ല, അയാളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ്, അല്ലേ, ജോൺ ബേർഡ്, അദ്ദേഹം ഒരു ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. അദ്ദേഹം ടെലിവിഷൻ എന്നുള്ളൊരു ഉപകരണത്തിന് അതായത് ഒരുപാട് പേര് സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകിൽ. അത് വന്നു. അതുപോലെ ചാൾസ് ബാബേജ്, കമ്പ്യൂട്ടർ വന്നതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ഇന്നത്തെ ഏറ്റവും വലിയ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്ന സാധനം വരാൻ കാരണം. അത് കഴിഞ്ഞ് സ്റ്റീവ് ജോബ്സ് പോലുള്ള ഒരാൾ, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും 2008 ഒരു ഫോൺ, പുതിയ ഐഫോൺ പ്രസൻറ്റ് ചെയ്തിട്ട് സ്റ്റീവ് ജോബ്സ് പറയുന്നത്, ഐ എം നോട്ട് പ്രസൻറ്റിങ് ജസ്റ്റ് എ ടെലിഫോൺ, നോട്ട് എ മൊബൈൽ ടെലിഫോൺ, ഐ എം പ്രസൻറ്റിങ് എ ഡിവൈസ് വെയർ യു ക്യാൻ ലിസൺ ടു മ്യൂസിക്. പിന്നെ പടം ഫോട്ടോ എടുക്കാനും കൂടെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതുമൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു മൾട്ടി ഡിവൈസ്, എക്സാക്ട് വേർഡ്സ് അല്ല സ്റ്റീവ് ജോബ്സിൻ്റെ പറഞ്ഞ ഒരു സാധനം അദ്ദേഹം ഈ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഒരു ഉപകരണം വരുന്നു. കാരണം ഞാൻ തന്നെ വിളപ്പിൽശാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഒരു സമയത്ത് ഞാൻ താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ പുള്ളിയിറക്കണമൊക്കെ നമ്മുടെ സ്റ്റുഡിയോ അപ്പം അവിടെ ആയിരുന്നു. ഞാൻ ഔട്ട്പുട്ട് എഡിറ്ററായിരുന്ന സമയത്ത്. അപ്പം വാർത്ത വന്നു കഴിഞ്ഞാൽ സിറ്റിയിൽ നിന്ന് പോയി പെട്ടെന്ന് എത്താനും, എൻ്റെ ഭാര്യ വീട് അതിനടുത്താണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ അവിടെ താമസിച്ചിരുന്നു. അപ്പോഴാണ് വിളപ്പിൽശാലയിൽ ചവർ ഫാക്ടറിക്കെതിരെ വലിയ സമരം നടക്കുന്നത്. അന്ന് എനിക്കൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. എനിക്കൊരു ബ്ലാക്ക്ബെറി എന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സ്റ്റില്ലും വീഡിയോ ഒന്നും പകർത്താനൊന്നും പറ്റുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. പക്ഷേ ബ്ലാക്ക്ബെറിയിൽ എനിക്ക് ഒബാമയെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അഹങ്കാരത്തോടെയും തമാശയോടെയും ഞാൻ പറയുമായിരുന്നു. ഈ ബ്ലാക്ക്ബെറി ഫോൺ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫീസിൽ ആരോ ഉപയോഗിച്ച ഒരു പഴയ ഫോൺ, എനിക്ക് ഏതോ മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് MMS എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു, മൾട്ടിമീഡിയ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. ആ സംവിധാനത്തിൽ കൂടെ അത്യാവശ്യം ഒരു 10-15 സെക്കൻഡ് വീഡിയോ എടുത്ത് അയക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ എനിക്കുള്ള നമ്മുടെ സിറ്റിയിൽ നിന്നല്ലേ നമ്മുടെ ക്രൂ എല്ലാം ഉള്ളത്. വിളപ്പിശാല ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വിളപ്പിശാല താമസിക്കുന്ന ആളായതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഉടനെ അറിയും. അവർ ആരെങ്കിലും നമ്മളെ വിളിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി ഞാൻ ഷൂട്ട് ചെയ്യും. പെട്ടെന്ന് ആദ്യത്തെ ഒരു 10-15 സെക്കൻഡ് ക്ലിപ്പ് നമ്മൾ അയക്കും ഇതിലേക്ക്. അപ്പം നമുക്കിത് ഫസ്റ്റ് വിഷ്വലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ക്രൂ വരും, ഓരോ ലൈവ് എന്തെങ്കിലുമൊക്കെ DSG വാൻസ് വരും, അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതുള്ളത് കൊണ്ട് ഈ ഫോൺ ഇന്നിപ്പം നമ്മളത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമുക്കെല്ലാം ലൈവിൽ തന്നെ ഫോണിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളത്. പക്ഷേ ഈ ബ്ലാക്ക്ബെറിയിൽ നിന്ന് മാത്രമേ ആ സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞതെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയുടെ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ മറ്റേ ഈ ജേർണലിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ എഡിറ്റർമാരായിട്ടും ക്യാമറാമാന്മാരായിട്ടുള്ള പലർക്കും ആ പണി തന്നെ മതിയാക്കേണ്ടി പോകേണ്ടി വന്നു. കാരണം അവർ സാങ്കേതിക വിദ്യയുടെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ചിട്ട് പലരും മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. ഇപ്പം നമുക്ക് ഈ മറ്റ് ചാനലുകളിൽ തന്നെ പോയ ആൾക്കാരെ തന്നെ ഈ ആങ്കർമാരിൽ തന്നെ പെർഫോം ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ജേർണലിസ്റ്റിക് സ്ട്രെങ്ത് മാത്രം കൊണ്ടല്ല. ഒരുപക്ഷെ നമുക്ക് പോലും ചിലപ്പം ആ കാര്യത്തിൽ നമുക്ക് വളരെ സമർത്ഥരായ ആങ്കർമാർക്ക് പോലും ചിലപ്പം നന്നായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാം. കാരണം സ്ക്രീനിൽ പെർഫോമൻസ് ആണ്. ജേർണലിസം ആണെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ടെക്നോളജിയുടെ ഒരു
ഒരു ഫ്രീ ആയിട്ട് ടെക്നോളജി ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇത് വേണം, അതറിയണം. അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് മറ്റ് ചില ആൾക്കാർക്ക് മീഡിയ, അതായത് ജേർണലിസം മാത്രമല്ല മീഡിയ നന്നായിട്ട് അറിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പം നമ്മളെപ്പോഴും പുതിയ സാങ്കേതിക, ഇപ്പം സാങ്കേതിക വന്നു അല്ലേ, ടൂൾസ് വന്നുണ്ട്. അപ്പം ഇത് അല്ലെങ്കിൽ ഇപ്പം ഡാറ്റ അനലിറ്റിക്സ് വന്നു. ഇതെല്ലാം ഞാനിപ്പോൾ ആലോചിച്ചു, ഞാൻ കണക്കിൽ കുറച്ച് മോശമായിരുന്നു, ഞാനതുകൊണ്ടാണ് PDP സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തത്. അപ്പോൾ കണക്കിൽ കുറച്ചുകൂടെ ഞാൻ മികച്ച ആളായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജേർണലിസ്റ്റ് ആവുമായിരുന്നു. കാരണം ഇപ്പോൾ ഉള്ള ബിഗ് ഡാറ്റയാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ എനിക്ക് കുറച്ചൊരു ഇപ്പം പല പ്രോഗ്രാംസും ഉണ്ട് ഇതിൽ തന്നെ ചെയ്യുന്നത്. പൈത്തൺ പോലുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ ഒരു പ്രോഗ്രാം, ഞാൻ പൈത്തണിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ തന്നെ വേറൊരു നെറ്റിൽ കയറി പറഞ്ഞാൽ ഒരു പൈത്തണിൽ പ്രോഗ്രാം എഴുതി തരുന്ന ChatGPT പോലുള്ള സാധനം എഴുതി തരും. പക്ഷേ എന്നാലും കുറച്ചുകൂടെ എനിക്ക് ഡാറ്റ അനലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് ബിഗ് ഡാറ്റ അത്രയ്ക്ക് വന്ന് മറിയുകയാണ്. ഞാനൊരിക്കൽ ഡോക്ടർ രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ സാറിൻ്റെ മകൻ രാമൻകുട്ടി സാറിൻ്റെ അടുത്ത് ഞാനൊരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പം കോവിഡ് സമയത്ത് എന്തുകൊണ്ട് ഞാനിപ്പം ഇത് പഠിക്കുകയാണെന്നാണ്, പൈത്തൺ പഠിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, സാറെന്ത് പഠിക്കുന്നതാണ്? അല്ല, ഞാൻ ഇപ്പം ഒരുപാട് ഇതിൻ്റെ ഡാറ്റ വരികയാണ്, ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെയാണ്. അപ്പം പക്ഷേ ഇത് അനലിറ്റിക്കലിന് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ പ്രയാസമില്ല. അപ്പം ഞാനിതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഡാറ്റ മുഴുവൻ പെട്ടെന്ന് അനാലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ ജേർണലിസം എമർജ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഹിന്ദു, ടൈംസ് ഓഫ് ഹിന്ദുവിലൊക്കെ ദിവസവും ഒരു പേജിൽ തന്നെ എഡിറ്റോറിയൽ പേജിൻ്റെ അടുത്ത പേജിലുള്ളത് ഡാറ്റാ ബേസ്ഡ് സ്റ്റോറീസാണ്. ശരിക്കും അതൊക്കെയാണ് നല്ല സ്റ്റോറീസ് എന്ന് പറയാനുള്ളത്. ഡാറ്റയും വേണം, അതിനകത്ത് റിയൽ സ്റ്റോറികളുമായിട്ട് അത് ഇൻ്റർലൈസിങ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ജേർണലിസ്റ്റിന് ഇൻ്റർലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മറ്റ് ടെക്നിക്കൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് നല്ല സ്റ്റോറീസ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് നന്നായിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ. ഇപ്പം മോഡേൺ ന്യൂസ് റൂംസ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള പത്രപ്രവർത്തനത്തിൽ ഇപ്പോഴും അതൊന്നും വളർന്നു വന്നിട്ടില്ല. ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ശശികുമാർ വേറൊരു ചാനൽ, ഒരു ഡിജിറ്റൽ ചാനൽ തുടങ്ങി, അതിലങ്ങനെയൊക്കെ വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കമേഴ്സ്യലി ഡിജിറ്റലിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴും അതിന് കമേഴ്സ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ജേർണലിസ്റ്റ് ഈസ് ഇൻ്റർലേസ്ഡ് ബൈ എ ടെക്നോക്രാറ്റ് എന്ന് പറയുന്നത്. ഒരുമിച്ചിരിക്കുന്നത്. ഞാനൊക്കെ നമ്മുടെ ഡിജിറ്റലിലൊക്കെ തുടക്കകാലത്തിൽ ഞാൻ അതിനൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴും നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ തരത്തിലൊന്നും വേണ്ട രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഒരു നല്ല ടെക്നിക്കലായിട്ടുള്ള ഇപ്പം നമ്മുടെ ജേർണലിസത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് തന്നെ പണ്ടത്താണെങ്കിൽ കുറച്ചുകൂടെ സമർത്ഥരായ ആൾക്കാരാണ് വന്നത്. അന്നൊക്കെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാനൊക്കെ പ്രസ് ക്ലബ്ബിൽ 10,000 പേര് എൻട്രൻസ് എഴുതുമ്പോൾ അതിൽ നിന്നാണ് 25 പേര് അന്ന് കിട്ടുന്നത്. ഇന്നിപ്പം 10, 200, 300 ജേർണലിസം സ്കൂൾ തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം അല്ലേ, ആൾക്കാരെ മറ്റേ പ്രൈവറ്റ് ബസ്സിൽ വിളിച്ച് കയറ്റുന്ന പോലെ ഒരു അവസ്ഥ അത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. പിന്നെ എന്തിനാൾക്കാർ മീഡിയയിൽ വരണം എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം പഴയ റെമ്യൂണറേറ്റീവ് ആണോ, പലർക്കും ടോപ്പ് ലെവലിലൊക്കെയുള്ള കുറച്ച് പേർക്ക് കിട്ടുമായിരിക്കും, താഴോട്ടുള്ള ലെവലിൽ റെമ്യൂണറേറ്റീവ് അല്ല. അതിന് മുതലാളിമാർക്ക് പറയാൻ ന്യായമുണ്ട്. കാരണം അവർക്ക് എന്താണ്, പരസ്യമാണ് പ്രധാന വരുമാനം അല്ലേ. ഈ സാധനത്തിൻ്റെ പരസ്യം ആവശ്യത്തിന് കിട്ടുന്നില്ല. പുതിയ ഡിജിറ്റൽ മീഡിയയിലേക്ക് പോകുന്നു. ഡിജിറ്റൽ മീഡിയയ്ക്ക് സർവ് ചെയ്യാൻ പറ്റുന്നോ? അതും പറ്റുന്നില്ല. എല്ലാം കൂടെ ചെതറി പോകുന്നുണ്ട്. അപ്പം ലോകത്ത് ചില മാതൃകകളുണ്ട്, ഇന്ത്യയിലേക്കൊക്കെ ഉണ്ട് മാതൃകയൊക്കെ ഉണ്ട്. വയർ അല്ലെങ്കിൽ ഗാർഡിയൻ ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾക്കും മാഡലുണ്ട്. പ്രേക്ഷകർ ഇപ്പം വിക്കിപീഡിയയിലേക്ക് പോലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ അതിനേക്ക് സംഭാവനകൾ നൽകുന്നുണ്ട്. അത്തരം മാതൃകകൾ വന്നാൽ മാത്രമേ നല്ല ജേർണലിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുതിയ ഡിജിറ്റൽ സ്പേസിലുള്ള ഒരു വലിയ ചലഞ്ച് അതാണ്. ഇപ്പം നമ്മളെല്ലാം അഭികരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സാമ്പ്രദായികമായ റവന്യൂ സോഴ്സസ് ഇല്ലെങ്കിൽ പരസ്യം തന്നെ വരുന്നത് നമുക്കൊരു ബന്ധനമാണ്. സബ്സ്ക്രിപ്ഷൻ റവന്യൂ ഇല്ല. പത്രത്തിൽ കുറച്ചെങ്കിലും സബ്സ്ക്രിപ്ഷൻ അല്ലേ. ഒരു 25 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നൊരു പത്രത്തിന് 9 രൂപയ്ക്ക് വിൽക്കാൻ പറ്റണമെങ്കിൽ 9 രൂപയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ബാക്കിയാണ് പരസ്യത്തിൽ നിന്നും ഡീൽസിൽ നിന്നും ഒക്കെ കൂടെ കിട്ടുന്നത്. ടെലിവിഷൻ ആണെങ്കിലോ പരസ്യത്തിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് മാത്രമല്ല, ഈ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലേ കേബിൾ വഴി, അതിന് കൊടുക്കാൻ ക്യാരിയിങ് ഫീയും കൊടുക്കേണ്ടി വരും ഡിസ്ട്രിബ്യൂഷൻ. എല്ലാവർക്കും അത് പലരും കോടികളൊക്കെയാണ് വലിയ നെറ്റ്വർക്കുകൾ വാങ്ങുന്നത്. ഈ ഒരു പ്രശ്നം അതിനകത്ത് തന്നെ പുതിയ പ്ലേസ്മെൻറ്റിന് പ്രത്യേകം പൈസ അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ അത് പ്രൊമോട്ട് ചെയ്യേണ്ടി വരും, അതിന് വേറെ ഇങ്ങനെയൊക്കെ വരുന്നു. പിന്നെ ബോട്ട് എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് റേറ്റിംഗ് സൃഷ്ടിക്കുന്ന ഒരു ഡിജിറ്റൽ സ്പേസിൽ
ഇതെല്ലാം തരണം ചെയ്താണ് വേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഡീൽസ് ഉണ്ടാക്കേണ്ടി വരും പലപ്പോഴും. അപ്പം അത് ജേർണലിസത്തെ സ്വാഭാവികമായിട്ടും ഡൈലൂട്ട് ചെയ്യും. ഇങ്ങനെ ഡൈലൂഷൻ വരുന്നൊരു സമയത്ത് എന്ത് ചെയ്യും, നല്ല ആൾക്കാർ ഈ രംഗത്തേക്ക് വരില്ല. അപ്പം പ്യൂരിറ്റാൻ അത് ചില വിദേശ രാജ്യങ്ങളിൽ ഭാഗികമായി നടക്കുന്നുണ്ട്. എനിക്ക് ഗാർഡിയനൊക്കെ എങ്ങനെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കുറേയൊക്കെ. പക്ഷേ അതൊക്കെ വളരെ ഒറ്റപ്പെട്ട തുരുത്തുകളാണ്. ബാക്കിയൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെയോ ഇപ്പം അൽ ജസീറയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റേറ്റ് സപ്പോർട്ടാണ്. ആ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വേറെ ലെവലിലുള്ള സപ്പോർട്ട്. BBC എന്ന് പറയുന്ന സ്ഥാനത്തിനാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ലൈസൻസ് ഫീ കൊടുക്കുന്നുണ്ട്. അത് വേറൊരു പബ്ലിക് ബ്രോഡ്കാസ്റ്റേഴ്സാണ്. നമ്മുടെയൊക്കെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിൻ്റെ കാര്യം ഇപ്പം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു നാമമാത്രമായിട്ട് പറയുന്നു. കാരണം ഗവൺമെൻറ് പോലും അവരെ ഉപയോഗിക്കുന്നില്ല. പണ്ട് അവരെങ്കിലും ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഗവൺമെൻറ് പോലും അവരെ ഉപയോഗിക്കുന്നില്ല. കാരണം അവരൊക്കെ വേറെ പ്ലാറ്റ്ഫോംസിനെ സ്വാധീനിച്ചിട്ട് പുതിയ മീഡിയ ഫോംസ്, ഓരോ ദിവസവും പുതിയ മീഡിയ ഫോംസ് എമർജ് ചെയ്ത് വരികയാണ്. അപ്പം ജേർണലിസ്റ്റുകൾക്ക് ഡാറ്റ അനലിറ്റിക്സും AI ടൂൾസും കുറേയൊക്കെ മനസ്സിലാക്കിയാണെങ്കിൽ നമ്മളിപ്പം ChatGPT DeepSeekഉം എന്നൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം ഞങ്ങൾ ഈ ഇടയ്ക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമ്മളൊരു പ്രൊമോ ചെയ്തിരുന്നു. സ്വീകാര്യമായ ഒരു പ്രൊമോയാണ് കിട്ടിയത്. 4 സ്ഥാനാർത്ഥികളും നിലമ്പൂർ കാടുകളിൽ വേട്ടയ്ക്കിറങ്ങുന്നതായിട്ടൊക്കെ പറഞ്ഞു. നമ്മുടെ ഒരു എഡിറ്റർ ചെയ്താണ്. അയാൾ ലിബിൻ എന്ന് പറയുന്ന എഡിറ്റർ തന്നെ ചെയ്താണ്. അയാൾ ഈ ക്ലിങ് AIയും അതുപോലുള്ള AI ടൂൾസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തതാണ്. അതുപോലെ ഈ പെർപ്ലക്സിറ്റി എന്നൊക്കെ പറയുന്നിട്ടുള്ള AI നമുക്ക് നല്ല സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോഴ്സും ഡീറ്റെയിൽസും എല്ലാം കിട്ടും അല്ലേ. നമ്മളിപ്പം ChatGPTയിലും DeepSeekലും ഒക്കെ ആണെങ്കിൽ പോലും നമ്മളുടെ സോഴ്സ് വരുന്നില്ല. നേരെ വെച്ച് ജമനിയിലൊക്കെ ആണെങ്കിൽ അവർ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഴ്സ് ലിങ്ക്, കാരണം ബ്ലോക്ക് ചെയിൻ വഴി നമുക്ക് സോഴ്സ് അറിഞ്ഞാൽ നമ്മൾ ജേർണലിസ്റ്റുകൾ കുടുങ്ങിപ്പോകും. നമ്മളിപ്പം കാരണം ഇതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു പേര് പറയുന്നില്ല, ഞാൻ ഇടയ്ക്ക് ഒരു കോളേജിൽ ഞാൻ കുറച്ച് അധ്യാപനം എന്നുള്ളൊരു ദുശീലവും കൂടെ ഉണ്ട്. കാരണം നമുക്കൊരു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവർ ഒരുപാട് പുതിയ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം നമ്മളും പഠിക്കാനുള്ളൊരു ടെൻഡൻസി വരും. പിന്നെ നമുക്ക് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒരു സൊസൈറ്റിയോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മേഖലയും കൂടെയാണ്. അങ്ങനെ ഞാൻ പോയപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ പോയപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ഞാൻ വെറുതെ വെച്ച് അവിടുത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിലാണോ ഏതോ ChatGPTയിലോ ഏതിലോ സെർച്ച് ചെയ്തിട്ട് നെയിം ദ ടോപ്പ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഇൻ കേരള എന്ന് വെറുതെ അടിച്ചു. അപ്പോൾ ഞാനത് പേര് പറയുന്നില്ല, ചിലരുടെ പേര് മാത്രം വരുന്നു, ചിലരുടെ പേര് വരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ബ്ലോക്ക് ചെയിൻ പോലെ വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോഴാണ് ചില ആങ്കേഴ്സ് ഉണ്ട്, അവർക്ക് തന്നെ സ്വന്തം പ്രൊപ്പഗൻഡ വിഭാഗമുണ്ട്, അവർ തന്നെ സോഷ്യൽ മീഡിയ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ തന്നെ അവരുടെ ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മുടെ കണ്ടന്റിനെ നമ്മൾ തന്നെ നമ്മുടെ ചാനലിലേക്ക് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളിൽ ഞാൻ നോക്കിയപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഈ പലപ്പോഴും ഇവന്മാർ ഒതൻറ്റിക്കായിട്ട് എടുക്കുന്നത്. കാരണം അതൊരു കുറച്ചുകൂടെ ഒതൻറ്റിസിറ്റി ഉള്ളതാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ നന്നായിട്ട് നമ്മൾ പോപ്പുലേറ്റ് ചെയ്യുകയും നമ്മൾ ലേഖനമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് സെർച്ചിൽ കൊണ്ടുവരും. അതുപോലെ ഈ സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ അറിയാവുന്ന ആൾക്കാർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവരത്ര മിടുക്കരായ ജേർണലിസ്റ്റുകളോ മിടുക്കരായ സോഷ്യൽ മീഡിയയോ ആൾക്കാരൊന്നും ആവണമെന്നില്ല. പക്ഷെ അവരിതെല്ലാം ഇത് ചെയ്യുന്നതും ഇതിനു വേണ്ടി വേറെ കമ്പനികളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ സെർച്ചബിൾ ആക്കും. കാരണം എന്താണ്, ഇതിൻ്റെ ബേസിക് എന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് ആണ് അല്ലേ. സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ മാത്രമല്ല, മറ്റേ GPT എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡാണ്. ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് പ്രീ ട്രെയിൻ. അതിന് ട്രെയിനിങ് കൊടുത്താലേ അത് ഉള്ളൂ. അപ്പോൾ ആരെയാണോ GPTക്കും DeepSeekക്കും പെർപ്ലക്സിറ്റിക്കൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ അവരെ നമ്മുടെ സാധനം കണ്ടന്റ് അതിലേക്ക് പുഷ് ചെയ്യുന്നവർ അവർക്ക് അവർ അത് പഠിച്ചാൽ മാത്രമേ അവരെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നാളെ നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മളെ സെല്ല് ചെയ്യേണ്ട ഒരു നിർഭാഗ്യകര അവസ്ഥയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഇനി അതിൽ നിന്ന് വിടവാങ്ങേണ്ട ഒരു കാലമാവുമെന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കത് നമ്മളെ ശീലം അങ്ങനെ അല്ല. അപ്പോൾ അതിന് ഭയങ്കര ഒരു ഡെലിക്കസി ഉണ്ട്. ഞാൻ പക്ഷേ പുതിയ പിള്ളേരുടെ അടുത്തെങ്കിൽ പറയും, നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യണം, നിങ്ങളതിനെ ലിങ്ക് ചെയ്യണം. അങ്ങനെ സെല്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റീച്ച് ആവുള്ളൂ. ഇപ്പം സ്ഥാപനങ്ങളിലൊക്കെ വരുന്നവർ നിർഭാഗ്യവശാൽ പെർഫോം ചെയ്യുന്നത്, നമ്മളവിടെ നന്നായിട്ട് ചെയ്യുന്ന എഡിറ്റർ ഉണ്ടാവും, നല്ല ക്യാമറമാൻ ഉണ്ടാവും, നല്ല ലൈബ്രറി ഉണ്ടാവും, നല്ല ഡെസ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ, നല്ല പ്രൊഡക്ഷനുള്ളവർ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ആർക്കും പബ്ലിക്കിൻ്റെ ഇടയിലും കിട്ടില്ല, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ പോലും റെക്കഗ്നേഷൻ കിട്ടണമെന്നില്ല. സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ അറിയാമെന്നുള്ളവർക്ക് അറിയാം, പക്ഷേ ബാക്കി ചിലപ്പോൾ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നവർക്കൊന്നും മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പം വിസിബിൾ സ്പെക്ട്രത്തിൽ വരണം, അത് ഡിജിറ്റൽ വിസിബിൾ സ്പെക്ട്രത്തിലെങ്കിലും വരണം.
ഫിസിക്കൽ സ്പെക്ട്രത്തിലേക്ക് വരണം. അതിന് നമ്മൾ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാനിത് പറയാം, ടെലിവിഷൻ, ഞാൻ ഈ പഠിപ്പിക്കാൻ പോകുന്ന ആളുടെ സമയത്ത് ഞാനിപ്പം ടെലിവിഷൻ എന്നാണ് നമ്മളെ അസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പക്ഷെ അതിനെ AV എന്നാക്കും, ഓഡിയോ വിഷ്വൽ മീഡിയ. ഇതാണ് നമ്മളുടെ മീഡിയ യഥാർത്ഥത്തിൽ. ടെലിവിഷൻ ആണെങ്കിൽ ഇത് മീഡിയ, മറ്റേത് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോമാണ്, ഫേസ്ബുക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലേ എന്ന് പറയുന്നത് പോലെ ടെലിവിഷൻ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഓരോന്നിനും ഇതിൻ്റെ പിക്ചർ റെസൊല്യൂഷൻ, സൈസ്, ഡൈനാമിക്സ് എല്ലാം വ്യത്യാസമാണ് ഓരോ പ്ലാറ്റ്ഫോംസിനും. അപ്പം ഈ ഓഡിയോ വിഷ്വൽ മീഡിയ നിലനിൽക്കും. ടെലിവിഷൻ ഈ രീതിയിൽ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഈ പത്രം നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പത്രം നിലനിൽക്കുന്നുണ്ട് വേറെ രീതിയിൽ. കാരണം അത് ഇന്ത്യ പോലുള്ള സ്റ്റേറ്റുകളിലൊക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എമർജിങ് ഒരു ലിറ്ററേറ്റ് പോപ്പുലേഷൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളം പോലുള്ള സ്ഥലത്തൊക്കെ സർക്കുലേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. യൂറോപ്പിലൊക്കെ അത് ഒരുപാട് കുറഞ്ഞു. കാരണം ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തന്നെ വലിയ പ്രയാസമാണ്. ഞാനൊരിക്കൽ ജർമ്മനിയിൽ ഒരിക്കൽ പോയ സമയത്ത് തന്നെ അവിടെയൊക്കെ ഒരു 2003 പോയ സമയത്ത് തന്നെ അവിടെ ഞാൻ മ്യൂണിക്കിലൊരിടത്ത് താമസിച്ച സ്ഥലത്ത് പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കിയപ്പം നല്ല സ്മാർട്ട് പിള്ളേർ പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അവിടെ നിന്ന് ഞാൻ താമസിച്ച വീട്ടിനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു ഇതൊരു ഹൗസിംഗ് കോളനി പോലെ ഒരു ഏരിയ ആണ്. അവിടെ പത്രക്കെട്ട് അവർ വണ്ടിയിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും ഈ മെയിൻ റോഡിൽ കൂടെ. അവിടെ നിന്ന് ഇത് പിക്ക് ചെയ്തിട്ട്, ഇത് 2003 കഥയാണ്, പിക്ക് ചെയ്തിട്ട് ഈ ഹൗസിംഗ് സൊസൈറ്റിയിൽ ഓരോ പിള്ളേർക്ക് ഒരു മാസത്തിൽ ഒരു പയ്യനാണ്, ഒരു കുട്ടിക്കാണ് എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചുമതല. അങ്ങനെയാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ UK ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടത്തെയൊക്കെ സ്റ്റാൻഡുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെ പോയൊക്കെയാണ് പലരും വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പം അതുപോലെ എന്നാലും ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു ചലഞ്ച്ഡാണ്. ടെലിവിഷൻ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി തന്നെ അറിയാൻ, കൺവെൻഷണൽ ടെലിവിഷൻ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ ടെലിവിഷൻ അവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ 24 റിപ്പോർട്ടർ, മനോരമ, മാതൃഭൂമിയിലൊക്കെ അവരുടെ യൂട്യൂബിൽ കൂടെയോ അതുപോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ കൂടെ ഈ കണ്ടന്റ് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പല വീടുകളിലും ടെലിവിഷൻ എന്നുള്ള ഉപകരണം ഒരു ആഡംബര വസ്തു പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയേണ്ട പുതിയൊരു സാധനമുണ്ട്. അതായത് കണക്റ്റഡ് TV എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് ആഡ് ബേസ്ഡ് പുതിയ ലീനിയർ TV. കാരണം വെച്ചാൽ യൂറോപ്പിലൊക്കെ കണക്റ്റഡ് TV ഒക്കെ വീണ്ടും പ്രചരണത്തിലായി. ആ TV വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലെ എല്ലാത്തിലും ഉള്ളൊരു വലിയ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു കണ്ടന്റ് ആക്സസ് ചെയ്യണമെന്ന് വേറെ ആരോ നിശ്ചയിക്കുകയും അതിനുവേണ്ടി പല ഗ്രൂപ്പുകൾ വർക്ക് ചെയ്യും. അതിനനുസരിച്ചാണ് പുഷ് നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലേ? നമ്മുടെ താല്പര്യങ്ങളും മറ്റാരുടെയോ താല്പര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാവണം, നമ്മൾ കാണണമെന്ന് മറ്റാരോ ആഗ്രഹിക്കുന്ന കോസ്റ്റ് ജങ്കീസ് അല്ലെങ്കിൽ വലിയ ലാർജ് ഗ്രൂപ്പ്സോ റിലീജിയസ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സോ ആഗ്രഹിക്കുന്നത് പ്രകാരമുള്ള കണ്ടന്റ് നമ്മളിലേക്ക് പുഷ് ചെയ്ത് വരുന്നു. പുഷ് നോട്ടിഫിക്കേഷനാണല്ലോ. അത് ആൾക്കാർ മനസ്സിലാക്കി വീണ്ടും ഈ ലീനിയർ ടെലിവിഷനിലേക്ക് പോകുന്നുണ്ട്. അതായത് ജേർണലിസത്തിൻ്റെ ഒരു വലിയ പത്രമായാലും ടെലിവിഷനായാലും ക്യൂറേറ്റഡ് കണ്ടന്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലേ? ഒരു എഡിറ്റോറിയൽ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ട്. അപ്പം നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ ആഗ്രഹമില്ല. ഞാനിപ്പം രാവിലെ ആഗ്രഹിക്കുന്നത് ഒരു സെൻസേഷണൽ സ്റ്റോറി ആയിരിക്കും. പക്ഷേ എൻ്റെ വീട്ടിലിപ്പം ഒരു ഇംഗ്ലീഷ് പത്രം വരികയാണെങ്കിൽ അതിനകത്ത് ഒരു ഇക്കണോമിക്സിൻ്റെ ഒരു ഇൻഫ്ലേഷൻ്റെ ഒരു കാര്യം വരികയാണെങ്കിൽ ഞാനത് ഹെഡ്ലൈനെങ്കിലും വായിക്കുമല്ലോ, അല്ലേ? അപ്പം നമ്മൾ അറിയണം. അപ്പം അതുകൊണ്ട് കണക്റ്റഡ് TV ഒരു മീഡിയ ലിറ്ററസി ഒരു സമൂഹത്തിന് വരുമ്പം യൂറോപ്പിലൊക്കെ അങ്ങനത്തെ സാധനം വരുന്നുണ്ട്. കേബിൾ തന്നെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ലീനിയർ ആയിട്ട് ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ, അവിടെയൊക്കെ നമ്മളെപ്പോലെയല്ല, പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് നല്ല ടെറസ്ട്രിയൽ, അത് നല്ലൊരു സാധനമാണ്. അവർ ഹൈപ്പർ ലോക്കൽ എന്ന് പറയുന്നത്. ഇപ്പോൾ രാജഭവൻ്റെ മകള് എൻ്റെ അവിടെ പഠിച്ച ടെലിഗ്രാഫിൽ എടുത്തായിരുന്നു. രാജഭവൻ്റെ മകള് അവളിവിടെ ഇടയ്ക്കുണ്ടായിരുന്നു, ബുൾബുൾ. അപ്പം അവൾ അമേരിക്കയിലെ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ അവൾക്ക് ഇങ്ങനെ ചോദിച്ച സമയത്തൊക്കെ അവർ വളരെ ഹൈപ്പർ ലോക്കൽ വാർത്തകൾ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പത്രം ഉണ്ടാവും. ആ പത്രം തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ പ്രാദേശിക വാർത്തകൾ വളരെ ചിലപ്പം അത്ര ദുർബലമായിട്ടല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെയല്ല, അവിടുത്തെ പ്രധാന വാർത്ത ഇതാണ്, ഈ പത്രമാണ്, ഈ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഏറ്റവും നല്ല പത്രങ്ങളിലാണെങ്കിൽ വളരെ ഗൗരവമായിട്ട് വാർത്തകൾ എടുക്കുന്നു. അവിടുത്തെ എല്ലാ വശവും ഒരു കോർപ്പറേഷനിൽ ഒരു പ്രശ്നം വരികയാണ്. ഇപ്പം നമ്മളിവിടെ സമരം ചെയ്യുന്നു, കോൺഗ്രസോ BJPയോ എല്ലാം വരുന്നു, അവിടുത്തെ തെറിവിളി ഇപ്പോഴാണെങ്കിൽ വളരെ മോശമാണ്. ലൈവ് കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് വിളിക്കുന്ന
സ്ത്രീകളടക്കമുള്ള പദവികൾ വഹിക്കുന്ന ആൾക്കാർ അത് ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ ഒരു ദുസ്വാധീനമാണ്. സിനിമയിലൊക്കെ ഇടയ്ക്ക് വന്നു. ഇപ്പം അതുകൊണ്ട് സമരക്കാരും വളരെ മോശം വാക്കുകളൊക്കെയാണ് വിളിക്കുന്നത്. അതൊക്കെ കൊടുക്കാൻ തന്നെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്ന അന്യായമാണ്. പക്ഷേ ലൈവിൽ നമുക്കെല്ലാം കൊടുത്തല്ലേ പറ്റും. അവിടെയൊക്കെ എന്നിട്ട് ബഹളമൊക്കെ വെച്ച് പ്രകടനപരതയാണ് കാണിച്ചു പോകുന്നു. ടി വിയിലും ഒക്കെ ആണെങ്കിലും പത്രങ്ങളാണെങ്കിലും അതിൻ്റെ സർഫസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേടിന് 365 ആ ഒരു ഇഷ്യൂ ആരെങ്കിലും റേസ് ചെയ്ത് നമ്മൾ അന്വേഷിക്കണം. അവിടെയൊക്കെ അത് ചെയ്യുന്നു. അവരതിൻ്റെ എല്ലാ വശങ്ങളും നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ പത്രമായാലും ലോക്കൽ ടെലിവിഷനായാലും, നമുക്കിവിടെ കേബിളുണ്ട്, കേബിൾ കുറേയൊക്കെ ഉണ്ട് ലോക്കൽ, പക്ഷേ കേബിളിലും അവർ നന്നായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഈ ടെറസ്ട്രിയലും ഡിജിറ്റൽ ആയിട്ടുള്ള ടെലിവിഷൻ ഉണ്ട്. ഈ കണക്റ്റഡ് ടി വി പോലുള്ള ആഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള ടി വി, പുതിയ ടെലിവിഷൻ, അതിനെ ജനറലി കണക്റ്റഡ് ടി വി എന്ന് പറയും. ആ സാധനങ്ങളൊക്കെ വരുന്നതോടുകൂടി അല്ല ഡിജിറ്റൽ ടെറസ്ട്രിയൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് ടെലിവിഷൻ ഭാഷയിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഇവിടെ അതേ ഫ്രീക്വൻസി തന്നെയാണ് നമ്മൾ അമേരിക്കയിലായാലും കാണുന്നത്. നാരോ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും മനോരമ തുടങ്ങിയ സമയത്ത് അവർക്ക് നാരോ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, മനോരമ ന്യൂസുകാർക്ക്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടിന് പ്രത്യേകം ഫ്രീക്വൻസി. പക്ഷെ അത് സാമ്പത്തികമായിട്ടും അതിൻ്റെ ലോജിസ്റ്റിക്സും ഒക്കെ വെച്ചിട്ട് അത് പിന്നെ അവർ ഉപേക്ഷിച്ചു. ദൂരദർശന് തന്നെ പാലക്കാടും തൃശ്ശൂരൊക്കെ ടെറസ്ട്രിയൽ ട്രാൻസ്മിഷനിൽ നാരോ കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ സർക്കാർ സംവിധാനത്തിൽ അതൊന്നും ഫലപ്രദമായി പോയില്ല. ശരിക്കും അത് നടപ്പാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലീനിയർ ടെലിവിഷൻ തന്നെ, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ലീനിയറോ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സാറ്റലൈറ്റോ സാറ്റലൈറ്റിൽ തന്നെയുള്ള ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ നല്ല സമ്പ്രദായങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ട് അത് ഇരുടടഞ്ഞൊന്നും പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ബദൽ മാർഗങ്ങളുണ്ട്. പക്ഷെ അതൊരു സൊസൈറ്റിയും അതിനനുസരിച്ച് എംപവർ ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഡിജിറ്റൽ സ്പേസുകളിൽ തന്നെ നല്ല നല്ല ഒരു മീഡിയ ഓർഗനൈസേഷൻസിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് എടുത്താൽ മതി. മറ്റതെല്ലാം ഡിവൈസസ് ആണ്. അത് ചിലപ്പം ഇന്ന് ഞാനിപ്പം വീട്ടിലിരുന്ന് ടി വിയിൽ കാണുന്ന അതേ സാധനം തന്നെ ഞാൻ ഓൺ ദ മൂവിൽ ഞാൻ വേറൊരു ഡിവൈസിൽ കൂടെ കാണും. എൻ്റെ ലാപ്ടോപ്പിലോ ടാബിലോ അല്ലേ, അതിൽ വരും. പിന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ ഈ റീൽസും കാര്യങ്ങളും ഒക്കെ തന്നെ മീഡിയ ഓർഗനൈസേഷൻസ് ആ ലെവലിലേക്ക് വരും. ഞാനിപ്പം ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഇതിലൊക്കെ പോകും, എല്ലാത്തിലും നല്ല റീൽസ് വരാറുണ്ട്. BBC ഒക്കെ പഴയ സാധനങ്ങൾ, ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ സമയത്ത് BBC-യുടെ ഒരു കറസ്പോണ്ടന്റ് വളരെ നല്ല ധൈര്യത്തോടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സാധനം അവർ ഇൻസ്റ്റയിൽ റീലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ പഴയ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ആ സമയമുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ ആർക്കൈവ്സിലൊക്കെ ഉള്ള കണ്ടന്റ് ഈ രീതിയിലേക്ക് പുഷ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളെ ചലഞ്ചസിനെ റീഡിസ്കവർ ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു ഉത്തരം. പിന്നെ എൻ്റെ ഒരു വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഒരു ഷെവനിങ് സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ UK പഠിക്കാൻ പോയി. അതൊരു വലിയ വഴിത്തിരിവായി. അത് കാർഡിഫ് യൂണിവേഴ്സിറ്റി, തോംസൺ ഫൗണ്ടേഷനും കൂടെയാണ് ആ കോഴ്സ് കണ്ടക്ട് ചെയ്തത്. അവരുടെ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റിയാണ് കാർഡിഫ് യൂണിവേഴ്സിറ്റി. ഇയാൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഡയറക്ടറായിരുന്നു, BBC-യുടെ ഒരു മേഖലാ ചീഫൊക്കെ ആയിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യവും. 2003 ഞാൻ ഈ കോഴ്സ് ചെയ്തെങ്കിലും അന്ന് നമ്മൾ അവിടെ പഠിച്ച പല സാധനങ്ങളും എനിക്കിപ്പോഴും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അന്ന് പലതും അതുക്കും മേലെയാണ് അന്നൊക്കെ അവർ പോയിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും ഞങ്ങളുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എക്യുപ്മെൻറ്റ്സ് തന്നെ നമുക്ക് ഏത് രാത്രിയോ ഏത് പകലോ ചെന്ന് യൂണിവേഴ്സിറ്റി ചെന്ന് എക്യുപ്മെൻറ്റ്സ് എടുത്തിട്ട് റിലീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സ്വൈപ്പ് കാർഡും മറ്റേ ആക്സസ് കാർഡും ഇങ്ങനത്തെ പല മെത്തേഡുണ്ട്, റേഡിയോ ഫ്രീക്വൻസീസൊക്കെ വെച്ചിട്ട്. മാത്രമല്ല അവിടത്തേക്ക് അധ്യാപകർ അത്ര കമ്മിറ്റഡ് ആണ്. നമുക്ക് വേണമെങ്കിൽ റേഡിയോ ടാക്സി വിളിച്ച് പോകാം, നമ്മളെ ഊബർ പോലത്തെ. പക്ഷേ അവർ വേണമെങ്കിൽ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും രാവിലെ 5:30 അവർ വരും. കാരണം അവിടെ അങ്ങനെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ കാർഷിക കോളേജിൽ കുറിച്ച് ആരോ പറഞ്ഞു, വലിയ ലാബൊക്കെ ഉണ്ട്, പക്ഷേ 4 മണിക്ക് ശേഷം ആ ലാബ് ക്ലോസ് ചെയ്യുന്നു. പിള്ളേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വെള്ളയാണി കാർഷിക കോളേജിൽ. അതിന് ഓട്ടോമേഷൻ കൊണ്ടുവരണം. കാരണം അധ്യാപകർ എല്ലാവർക്കും രാത്രി വരെ ഒന്നും ഇരിക്കാനൊന്നും പറ്റണമെന്നില്ല. നമ്മളെ ജീവിത സാഹചര്യങ്ങൾ ഇന്ത്യൻ വ്യത്യാസമാണ്. അപ്പോൾ ആ ടെക്നോളജി അതുപോലെ മീഡിയ ഓർഗനൈസേഷനിൽ അതൊക്കെ കാർഡിഫിൽ നിന്ന് കിട്ടിയ വലിയ പാഠങ്ങളാണ്. നമ്മൾ ജേർണലിസം മാത്രമല്ല പഠിക്കുന്നത്, മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്. ഞാനൊരു അധ്യാപനത്തിലേക്ക് തന്നെ തിരിയാൻ കുറച്ചുകൂടെ താല്പര്യം എനിക്ക് ആദ്യമായിട്ട് അവസരം തന്നത് എൻ്റെ ഒരു പഴയ ഗുരുക്കൻ തന്നെയാണ്. NRS ബാബു സാറ് പ്രസ് ക്ലബിൻ്റെ IJT-യുടെ ഡയറക്ടറായിരുന്ന സമയത്ത് ആണ് അദ്ദേഹം എനിക്ക് അവിടെ ഒരു അവസരം. അതിന് മുമ്പ് തോമസ് സാറും ഒക്കെ ഇങ്ങനെ വന്നു. പക്ഷേ NRS ബാബു സാറാണ് എനിക്ക് തന്നെ അരക്കിട്ട് ഉറപ്പിച്ചു തന്നത്. പിന്നെ ഞാൻ ഒരുപാട് അടുത്തത് പിന്നെ പഠിക്കാൻ പോയി. IIT തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, പഠിക്കാനും പോകും. IIT തന്നെ മദ്രാസിൽ ചെന്ന് ഞാൻ ക്രിയേറ്റീവ് ടെക്നോളജീസിനെ കുറിച്ച് കോഴ്സ് ചെയ്തു. പിന്നെ ഈ ഓൺലൈനായിട്ട് ഒക്കെ കോഴ്സ് പോയിൻ്റർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇന്ത്യയിൽ വെച്ച് നടത്തിയ വർക്ക്ഷോപ്പ് പങ്കെടുത്തു.
പഠിപ്പിക്കാനോ പണിയെടുക്കാൻ പോകണമെങ്കിൽ നമ്മളും പഠിക്കണം അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അതിൽ നിന്ന് തന്നെ നമുക്ക് പലതും പഠിക്കാൻ പറ്റും. മൂക്ക് കോഴ്സുകളുണ്ട്, സ്വയം പോലുള്ള കോഴ്സുകളുണ്ട്, അതിൽ നിന്നൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കാം. ഖാൻ അക്കാഡമി എന്ന് പറയുന്ന സാധനമുണ്ട്, സൽമാൻ ഖാൻ എന്ന് പറഞ്ഞൊരു ബംഗ്ലാദേശി അമേരിക്കനാണ്. അതിലൊക്കെ ഒരുപാട് മീഡിയ നല്ല സാധനങ്ങളൊക്കെ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മക്കൾ തന്നെ അവരൊക്കെ ടെക്നോളജിയിലൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയും തന്നെ നമ്മൾ പലതും പഠിച്ചിട്ട്, ഇപ്പോൾ എൻ്റെ മകൻ എന്നെക്കാളും നന്നായിട്ട് അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്, അവൻ നല്ല സോഷ്യൽ മീഡിയ എഡിറ്റ് ചെയ്യും, അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി റീൽസൊക്കെ ചെയ്ത് കൊടുക്കുന്ന അവനാണ്. അപ്പം അവരിൽ നിന്ന് മൊത്തം ആൾ ചിലപ്പോൾ എയുടെ ടൂൾസിൻ്റെ കാര്യങ്ങൾ അവൻ ഉള്ള ടൂൾസ് നമുക്ക് ഷെയർ ചെയ്ത് തരും. നമ്മളിതെല്ലാം അങ്ങനെയാണ് ഇത് പോവേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെ മക്കൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. മൂത്ത ആൾ ഇവിടെ ഐസറി പഠിച്ചിട്ട് ഫിസിക്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവന് അനന്തപത്മനാഭൻ എന്നാണ് പേര്, IIIT അലഹബാദിൽ MTech പഠിക്കുന്നു. ഇളയാൾ ആദികേശവൻ, അവൻ ഇവിടെ അമൃതയിൽ BTech പഠിക്കുന്നു. ഭാര്യ ആതിരി ദേവി ഒരു ടീച്ചറാണ്. ഇപ്പം അവരെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വിട്ടിട്ട് അവൾ വോളണ്ടറി ടീച്ചിങ് ആണ്, കുറച്ച് പാവപ്പെട്ടവർക്കൊക്കെ എല്ലാം പഠിപ്പിക്കുകയും അവരെ വല്ല നവോദയ സൈനിക് സ്കൂൾ അങ്ങനെയുള്ള സാധനത്തിലേക്കൊക്കെ കയറ്റി വിടുക. പിന്നെ അവർക്ക് ആ ട്രാക്ക് അങ്ങ് ശരിയാവും, അങ്ങനത്തെയാണ് ചെയ്യുന്നത്.